بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ആദരണീയരായ ഉലമാക്കൾ, ഉമറാക്കൾ, പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ, യുവാക്കൾ, സഹോദരന്മാർ, സുഹൃത്തുക്കൾ, അൽഹംദുലില്ലാഹ് നേരത്തെ തുടങ്ങിയ പരിപാടിയിൽ പല വിഷയങ്ങളും പരാമർശിച്ച് നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കൾ പലരും പ്രസംഗിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് വിശദമായി അത്തരം വിഷയങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. പരിശുദ്ധ ഇസ്ലാം അത് വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. വിശ്വാസമില്ലാത്തവൻ ഏത് കർമ്മം ചെയ്താലും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമല്ല. അതുകൊണ്ടാണ് ഏതൊരാളും പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യമായി അവന്റെ വിശ്വാസം പ്രഖ്യാപിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ആരാധനക്കർഹൻ അല്ലാഹു മാത്രമേ ഉള്ളൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ മനുഷ്യൻ അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ നന്മയും ലഭ്യമാക്കി കൊടുക്കാൻ നിയോഗിച്ചയച്ച അവന്റെ ദൂതരാണ്. ഈ രണ്ട് കാര്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോഴാണ് ഒരു വ്യക്തിയെ മുസ്ലിമായി അംഗീകരിക്കപ്പെടുന്നത്. വിശ്വാസമാണ് അടിത്തറ. ആ വിശ്വാസത്തിൽ കോട്ടം തട്ടാതെ കൃത്യമായ വിശ്വാസം കാത്തുസൂക്ഷിക്കൽ മുസ്ലിങ്ങളുടെ കടപ്പാടാണ്. നമ്മുടെ ഈ ആദർശ സമ്മേളനങ്ങൾ അതാരെയും ചീത്ത പറയാനോ, തെറി പറയാനോ, കുറ്റം പറയാനോ, അവമതിക്കാനോ, പരിഹസിക്കാനോ ഉള്ളതല്ല. മറിച്ച് മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകൾക്ക് കൃത്യമായ വിശ്വാസം പഠിപ്പിച്ചു കൊടുക്കുകയും എന്താണ് യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം എന്ന് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യാനുള്ളതാണ് ഈ സമ്മേളനം. സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം ഈ ഒരു ആധുനിക യുഗത്തിൽ പലപ്പോഴും പലരും തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഓരോരുത്തരുടെയും സോഷ്യൽ മീഡിയകളിലൂടെ പലരും സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിന് വിരുദ്ധമായി സുന്നി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുവെന്ന് ദുഷ്പ്രചരണം നടത്തുന്ന ഒരു കാലമാണിത്. ഒരാളുടെ വാക്ക് അതിൻ്റെ ആദ്യ ഭാഗവും അവസാന ഭാഗവും കട്ട് ചെയ്ത് ക്ലിപ്പാക്കി
സമൂഹത്തിന് മുമ്പിൽ ഇട്ടുകൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ പറഞ്ഞ ആള് എന്താണ് പറഞ്ഞത് എന്ന് സമൂഹത്തിന് മനസ്സിലാവുകയില്ല. ചിലപ്പോൾ തെറ്റിദ്ധാരണകളിൽ പെട്ടുപോകും. അങ്ങനെയുള്ള ഒരു കാലഘട്ടമാണ് ഇത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യനാളിന്റെ ലക്ഷണങ്ങൾ ധാരാളം പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് യകൂനു ഫി ആഖിരി സമാനി ദജ്ജാലൂൻ, കബളിപ്പിക്കുന്നവർ വരും എന്നത്. ഇപ്പൊ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം എന്താണ്, വിശ്വാസം എന്താണെന്ന് സുന്നി പണ്ഡിതന്മാരിൽ നിന്നാണ് സമൂഹം ഡയറക്റ്റ് കേട്ട് മനസ്സിലാക്കേണ്ടത്. അതേതെങ്കിലും മുറിയൻ ക്ലിപ്പുകളിലൂടെയല്ല മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധ ഇസ്ലാമിന്റെ വിശ്വാസം അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സഹാബികളും ആ സഹാബികൾ മുതൽ ഇന്നേ വരെയുള്ള മുഖ്യധാര മുസ്ലിമീങ്ങൾ, ആ മുഖ്യധാര മുസ്ലിമീങ്ങൾക്ക് നേതൃത്വം നൽകിയ ഇമാമിങ്ങൾ, പണ്ഡിതന്മാർ, അവര് പഠിപ്പിച്ച വിശ്വാസമാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. അതിനപ്പുറം ആരെല്ലാമോ എന്തെല്ലാമോ ഊഹിച്ച് മനസ്സിലാക്കിയാൽ അത് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം ആവുകയില്ല. നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു, അല്ലാഹുവല്ലാതെ ആരാധനക്ക് അർഹൻ ഇല്ല. ആരാധനയും ആദരവും തമ്മിൽ അന്തരമുണ്ട്. എല്ലാ ആദരവും ആരാധനയല്ല. ആരാധനക്ക് അർഹനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഏത് ആദരവ് നൽകിയാലും അത് ആരാധനയുടെ ഇനത്തിൽപ്പെടും. നേരെ മറിച്ച് സ്വന്തം പിതാവിനെ പിതാവാണ് എന്ന നിലക്ക് ആദരിച്ചാൽ, കഅബ ശരീഫിനെ അത് അള്ളാഹുവിന്റെ മേൽ അറിയിക്കുന്ന ബൈത്തുല്ലാഹി, അള്ളാഹുവിന്റെ വീട് എന്ന് പേര് നൽകപ്പെട്ട ഒരു ഭവനമാണ് എന്ന നിലക്ക് ബഹുമാനിച്ചാൽ, ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കഅബയുടെ മൂലയിലുള്ള കല്ലിനെ അത് സ്വർഗത്തിൽ നിന്ന് വന്ന കല്ലാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള അമ്പിയാക്കൾ ആദരിച്ച കല്ലാണ് എന്ന നിലക്ക് ആ കല്ലിനെ ചുംബിക്കുകയും അതിന്റെ മേൽ നെറ്റിവെക്കുകയും അത് തൊട്ടുമണക്കുകയും ചെയ്താൽ, ഇതുപോലെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന സ്ഥലമാണ് പള്ളി എന്ന നിലക്ക് നമ്മുടെ വീടിനേക്കാൾ പള്ളിക്ക് ആദരവ് നൽകിയാൽ, അള്ളാഹുവിന്റെ വിശേഷണങ്ങളും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവും അള്ളാഹുവിന്റെ ദീനിന്റെ അറിവും നൽകുന്ന ഇടമാണ് എന്ന നിലക്ക് മദ്രസകൾക്കും അതുപോലെ ദീനീ സ്ഥാപനങ്ങൾക്കും ആദരവ് നൽകിയാൽ, ഒരാൾ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട സന്താന പരമ്പരയിൽപ്പെട്ട ഒരാളാണ്, നമ്മുടെ നാട്ടിൽ തങ്ങന്മാര് എന്ന് പറയും, അദ്ദേഹത്തെ ആദരിക്കുന്നു. എന്തുകൊണ്ട് ആദരിക്കുന്നു? അള്ളാഹുവിന്റെ റസൂലിന്റെ സന്താന പരമ്പരകളിൽപ്പെട്ട ആളാണ് എന്നതുകൊണ്ട് ആദരിക്കുന്നു. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരു നബിയെയോ റസൂലിനെയോ ആദരിക്കുന്നു. എന്തുകൊണ്ട്? നബിയുല്ലാഹി, അള്ളാഹുവിന്റെ നബിയാണ് എന്ന നിലക്ക് ആദരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂലാണ് എന്ന നിലക്ക് ആദരിക്കുന്നു. സുഹൃത്തുക്കളെ, ഇനി ഒരാൾ അള്ളാഹു തആല കൽപ്പിച്ചതൊക്കെ എടുക്കുകയും അള്ളാഹു വിരോധിച്ചത് ഒഴിക്കുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിന് പൂർണ്ണമായി കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരു നല്ല മനുഷ്യൻ, അദ്ദേഹത്തിന് ഒരാൾ ആദരവ് നൽകുന്നു. വലിയുല്ലാഹി, അള്ളാഹുവിന്റെ വലിയാണ് എന്ന നിലക്ക് ആദരവ് നൽകുന്നു. ഈ ആദരവെല്ലാം യഥാർത്ഥത്തിൽ അള്ളാഹുവിനുള്ള ആരാധനയാണ്. അള്ളാഹുവിന് സ്ഥാനം വകവെച്ചു കൊടുക്കലാണ്. കഅബയെ ബഹുമാനിച്ച് കഅബ കറങ്ങുന്നത്, കഅബ ചുറ്റുന്നതും കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നതും കഅബ ശരീഫിന് ആരാധനയല്ല, അത് അള്ളാഹുവിനുള്ള ആരാധനയാണ്. എന്തുകൊണ്ട്? അത് നിർവഹിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്
അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹൻ ഇല്ലെന്ന് ഉറപ്പിച്ച് വിശ്വസിച്ച വ്യക്തിയാണ് ഈ കഅബയെ ചുറ്റുന്നത്. അപ്പോൾ ഉറപ്പാണല്ലോ കഅബക്ക് ആരാധനയെല്ലാം അദ്ദേഹം ആരാധനക്ക് അർഹതയില്ലാത്ത വസ്തുവാണെന്നല്ലേ കഅബയെ കുറിച്ച് വിചാരിക്കുന്നത്. പിന്നെ അതിനെ ആദരിക്കുന്നത് എങ്ങനെ ആരാധനയാകുന്നത്? പക്ഷേ അതിനെ ആദരിക്കണം എന്ന് അള്ളാഹു കൽപ്പിച്ചതിനാൽ അള്ളാഹുവിന്റെ ആ കൽപ്പനയ്ക്ക് വിധേയമായി ആ ആദരവ് പ്രകടിപ്പിക്കുമ്പോൾ അത് അള്ളാഹുവിന് ആരാധനയാണ്. മാതാപിതാക്കളെ ആദരിക്കണം എന്നത് ഖുർആൻ കൽപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് മാതാപിതാക്കളെ ആദരിക്കുമ്പോൾ ആ ആദരവ് അള്ളാഹുവിനുള്ള ആരാധനയാണ്. ആലിമീങ്ങളെയും സാലിഹീങ്ങളെയും അമ്പിയാക്കളെയും ആദരിക്കണം എന്നത് അള്ളാഹു കൽപ്പിച്ച കാര്യമാണ്. അത് നിർവഹിക്കുമ്പോൾ അത് അവർക്ക് ആധാരമാണ്, അള്ളാഹുവിന് ആരാധനയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, കഅബ ശരീഫ്, ആ കഅബ ശരീഫിന് വലിയ ബഹുമാനം അള്ളാഹു കൽപ്പിച്ചു. പക്ഷേ കഅബയുടെ സമീപത്തു നിന്ന് ഒരാൾ ഒരൽപ്പം ശബ്ദത്തിൽ സംസാരിച്ചു പോയാൽ അദ്ദേഹം ചെയ്ത സൽക്കർമ്മങ്ങളൊക്കെ പൊളിഞ്ഞു പോകും എന്ന് ഖുർആനിൽ ഇല്ല. അതേ സമയത്ത് കഅബയേക്കാൾ അല്ലാഹു ആദരിച്ച സൃഷ്ടിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വെച്ച് ഉറക്കെ സംസാരിച്ചാൽ വേറെ നബിതങ്ങളെ ആക്രമിക്കുകയോ ചീത്ത വിളിക്കുകയോ തെറി പറയുകയോ നിന്ദിക്കുകയോ നിസ്സാരപ്പെടുത്തുകയോ നമ്മളെപ്പോലത്തെ മനുഷ്യനാണെന്ന് പറയുകയോ അതൊന്നും വേണ്ട. പിന്നെ ഖുർആൻ പറഞ്ഞു, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗൽ കജഹരി ബഅദികും ലിബഅദ് അൻ തഹ്ബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ. നബി തങ്ങളുടെ മുന്നിൽ വെച്ച് നിങ്ങൾ ശബ്ദമുയർത്തി സംസാരിച്ചാൽ നിങ്ങളുടെ എല്ലാ സൽക്കർമ്മങ്ങളും നിഷ്ഫലമായി പോകും. നിങ്ങൾ അതറിയില്ല. നിങ്ങൾ അമലൊക്കെ പൊളിഞ്ഞുപോയി എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളണം എന്നില്ല. അത്രത്തോളം ബഹുമാനം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൽപ്പിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രമാണം പരിശുദ്ധ ഖുർആനാണ്. ഖുർആനിന്റെ വിശദീകരണങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും സുന്നത്തും ചര്യകളും. അത് അംഗീകരിക്കുന്നവർക്കാണ് അഹ്ലുസ് സുന്ന എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരണം അംഗീകരിക്കാത്തവർ അഹ്ലുസ് സുന്നയല്ല, അവർ അഹ്ലുൽ ബിദ്അ എന്നാണ് അവരെ കുറിച്ച് പറയാ. പുത്തൻ ആശയക്കാരാണ്. ഉദാഹരണത്തിന് ഞാൻ ഇന്നലെയും സഹീഹുൽ ബുഖാരിയിൽ മുതഅല്ലിമീങ്ങൾ കോതിക്കൊടുത്ത ഹദീസാണ്. 3 റിപ്പോർട്ടുകൾ. ഇന്നി ലസ്തു മിസ്ലക്കും, ഇന്നി ലസ്തു കഹൈഅതികും, ഇന്നി ലസ്തു കഅഹദിൻ മിൻകും. നോമ്പിന്റെ ബാബിൽ ആ ഹദീസ് 3 ഏകദേശം തുടർച്ചയായി തന്നെ സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം. പഠിപ്പിക്കുന്നത് എന്താണ്? നിശ്ചയം ഞാൻ നിങ്ങളെ പോലെയല്ല, ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെയും അല്ല, ഞാൻ നിങ്ങളുടെ രൂപഭാവത്തിൽ അല്ല. അതേ വേറെയും ചില റിപ്പോർട്ടുകളുണ്ട്. നിങ്ങൾ അറിയാത്ത വിധം, നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത വിധം എനിക്ക് അല്ലാഹു തആല ഭക്ഷണവും വെള്ളവും നൽകുന്നു എന്ന് പറഞ്ഞാൽ ആ ഹദീസിന്റെ വിശദീകരണം അതേ പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേവല സാധാരണ മനുഷ്യനാണെന്ന് പറയുന്ന കക്ഷികൾ തന്നെ വളരെയേറെ ബഹുമാനിക്കുന്ന ഇബ്നുൽ ഖയ്യിം തന്നെ സാദുൽ മആദിൽ രേഖപ്പെടുത്തിയതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമായുള്ള അവിടുത്തെ ആത്മീയ ബന്ധം, ആ സ്നേഹവും ആദരവും അതിൽ ലയിച്ചു നിൽക്കുന്നതിനാൽ ശരീരത്തിന് വേറെ ഭക്ഷണത്തിന്റെ ആവശ്യം ഇല്ലാത്ത വിധം ആത്മീയമായി നൽകപ്പെടുന്ന ലഭിക്കുന്ന ആ സംതൃപ്തിയിലും ആ സ്നേഹത്തിലും അനുഭൂതിയിലുമായി ജീവിക്കുമ്പോൾ ഭക്ഷണത്തിന്റെ ആവശ്യം ഇല്ലാതെയാകുന്നു. ഇങ്ങനെയാണ് ആ ഹദീസിന്റെ അർത്ഥമെന്ന് ഇബ്നുൽ ഖയ്യിമുൽ ജൗസി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ഖസ്തലാനി അതെടുത്ത് ഉദ്ധരിച്ചിട്ടും ഉണ്ട് അതിന്റെ ചില ഭാഗങ്ങൾ. ഞാൻ പറഞ്ഞു വരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
പല വിധത്തിലും എന്നല്ല എല്ലാ വിധത്തിലും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായ ഒരു നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. അത് അംഗീകരിക്കാതെ ഒരാൾക്ക് ഷഹാദത്ത് കലിമ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തുകൊണ്ടാണ് ആരാധനക്കർഹനായത്? ഖുർആൻ അത് വിവരിക്കുന്നുണ്ട്. ഖാലിഖു കുല്ലി ശൈഇൻ ഫഅബ്ദൂ ലാ ഇലാഹ ഇല്ലാ ഹുവ. അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹൻ ഇല്ല. എന്തുകൊണ്ടാണ് അല്ലാഹു ആരാധനക്ക് അർഹൻ അവൻ മാത്രമായത്? ഖാലിഖു കുല്ലി ശൈഇ, എല്ലാം സൃഷ്ടിച്ചവനും സൃഷ്ടിക്കുന്നവനും അല്ലാഹുവാണ്. ഫഅബ്ദൂ, അതിനാൽ അവനെ തന്നെ നിങ്ങൾ ആരാധിക്കുക. അങ്ങനെയാണ് ഖുർആനിന്റെ അധ്യാപനം. ഇമാം റാസി റളിയല്ലാഹു അൻഹു അവിടെ വിവരിച്ചു, ഖൽഖ് അല്ലാഹുവിന് മാത്രമേ ഉള്ളൂ, സൃഷ്ടാവ് പടച്ചവൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആരാധനക്കർഹൻ പടച്ചവൻ മാത്രമേ ഉള്ളൂ. സുഹൃത്തുക്കളെ, സൃഷ്ടാവ് പടച്ചവനാണെന്ന് വാദിക്കുന്നതോടുകൂടി തന്നെ, പറയുന്നതോടുകൂടി തന്നെ ദൈവം വേറെയുമുണ്ട്, ആരാധനക്കർഹർ വേറെയുമുണ്ട് എന്ന് വിശ്വസിച്ചവരായിരുന്നു മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ. മുസ്ലിമീങ്ങൾ അങ്ങനെയല്ല. അവരുടെ വിശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ ഇല്ലേ ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈസ ലഹു ശരീകുൻ ഫിൽ മുൽക്ക്, അധികാരത്തിൽ കൂറില്ലാത്തവനാണ്. വേറെ ആർക്കും അല്ലാഹുവിനോട് കൂറില്ല. ആരും അല്ലാഹുവിനെ സഹായിക്കുന്നവർ ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് വിധത്തിലും ഏകനാണ്. നമ്മൾ മദ്രസയിൽ വെച്ച് നമ്മുടെ മദ്രസകളിൽ കൃത്യമായി അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസം ഇന്നേ വരെ പഠിപ്പിച്ചു വന്നിട്ടുണ്ട്. അത് പഠിക്കാത്തവരാണ് പലരും പഴച്ചുപോയത്. അത് പഠിച്ചത് ഓർമ്മയില്ലാത്തവരാണ് പലരും പിഴവിലേക്ക് ചാടിപ്പോയത്. ആ മദ്രസയിൽ നിന്ന് പഠിച്ച അറിവ് നമ്മൾ കാത്തു സൂക്ഷിച്ചിരുന്നുവെങ്കിൽ വിശ്വാസം പിഴക്കുകയില്ലായിരുന്നു. അല്ലാഹുവിന് 20 വാജിബായ സിഫത്ത് നാം മദ്രസയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. വാജിബായ സിഫത്ത് എന്ന് പറഞ്ഞാലോ അത് അല്ലാഹുവിന്റെ ഗുണങ്ങളാണ്, അല്ലാഹുവിനുള്ള സവിശേഷതകളാണ്. അതുള്ളവനെ അല്ലാഹു ആകുന്നുള്ളൂ. അത് അല്ലാഹുവിനുണ്ടാവുകയെന്നത് ആർക്കും നിഷേധിക്കാൻ നിവൃത്തിയില്ല, മുസ്ലിമാണെങ്കിൽ പ്രത്യേകിച്ച്. അതിലൊന്നെന്തായിരുന്നു? അല്ലാഹു ഉള്ളവനാണ്. അല്ലാഹു ഒരു സങ്കല്പമല്ല. ചിലരൊക്കെ ദൈവം ഒരു സങ്കല്പമാണെന്ന് കരുതുന്നവരുണ്ട്. നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നവരല്ല. ഒരു സങ്കല്പമല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. അല്ലാഹു തആല യാഥാർത്ഥ്യമാണ്, സങ്കല്പമല്ല. ആ അല്ലാഹു ഉള്ളവനാണ്. അതേ ഖദീമുൻ, അല്ലാഹു തആല ഉള്ളവനാണ് എന്നതിന് തുടക്കം ഇല്ല. തുടക്കമില്ലാതെ ഉള്ളവനാണ് അല്ലാഹു തആല. വേറെ ആരും അങ്ങനെയല്ല. കാരണം സൃഷ്ടികളെല്ലാം സൃഷ്ടിക്കപ്പെട്ടതാണ്. സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് അതില്ല. അല്ലാഹു സൃഷ്ടാവാണ്. സൃഷ്ടാവ് ഉള്ളവനാണ് എന്നതിന് തുടക്കം ഇല്ല. ഹുവൽ അവ്വൽ. അതേ ബാഖി, അല്ലാഹു തആല എന്നും ഉള്ളവനാണ്. വൽ അവ്വലു വൽ ആഖിർ. ഒരിക്കലും അല്ലാഹുവിന് ഒരു അവസാനം ഇല്ല. ആ നോട്ടീസ് ഇപ്പൊ കൊടുക്കണ്ട, പ്രസംഗം തീരാൻ നോക്കും, അല്ലെങ്കിൽ ആൾക്കാർ അത് വായിക്കും. എന്റെ പ്രസംഗം പതിയെ ഫല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫൻ ലിൽ ഖൽഖ് ബിൽ ഇത്ലാഖി. നമ്മൾ മദ്രസയിൽ നിന്ന് പഠിച്ചതാണ് ഞാൻ പറയുന്നത്. മുഖാലിഫൻ ലിൽ ഖൽഖ്, അല്ലാഹു തആല സർവ്വ സൃഷ്ടികളിൽ നിന്നും വ്യത്യസ്തനാണ്. ഒരു സൃഷ്ടിയോടും അവന് തുല്യതയില്ല. ഒരു സൃഷ്ടിയും അവനോട് തുല്യമല്ല. ഖുർആൻ പറഞ്ഞില്ലേ, ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ. അതുപോലെ തൗഹീദ് പഠിപ്പിക്കാൻ അല്ലാഹു ഇറക്കിയ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹുവിന് തുല്യമായി ഒരാളും ഇല്ല. അങ്ങനെ അല്ലാഹു ഒരു നിലക്കും അവനോട് തുല്യമായി ഒന്നുമില്ല. അവൻ ആരോടും തുല്യവുമല്ല. അവൻ സൃഷ്ടികളിൽ നിന്ന് പൂർണ്ണമായും വ്യത്യസ്തനാണ്.
ഖാദിർ മുരീദുൻ അലിമും ബികുല്ലി ശൈഇ. സുന്നത്ത് ജമാഅത്തും അല്ലാത്തവരും തമ്മിലുള്ള വലിയൊരു വ്യത്യാസം, അല്ലാഹുവിനെ കുറിച്ചുള്ള ശരിയായ വിശ്വാസം അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് മദ്രസയിൽ ചെറിയ മക്കൾക്ക് പഠിപ്പിച്ച് വിശ്വാസം ഭദ്രമാക്കുന്നു. നിങ്ങൾ സുന്നികളല്ലാത്തവരുടെ മദ്രസയിലെ പുസ്തകം എടുത്ത് പരിശോധിച്ച് നോക്കൂ. അല്ലാഹുവിന് 20 വാജിബായ സിഫത്ത് അവർ പഠിപ്പിക്കുന്നില്ല. 20 അല്ലാഹുവിന്റെ പ്രത്യേകമായ ഗുണങ്ങൾ അത് അവർ പഠിപ്പിക്കുന്നില്ല. അല്ലാഹുവിന് സംഭവിക്കാൻ പാടില്ലാത്ത 10-20 കാര്യങ്ങൾ അതും പഠിപ്പിക്കുന്നില്ല. അതിന് നമ്മൾ മുസ്തഹീലായ സിഫത്ത് എന്ന് പറയും. അല്ലാഹു ഉള്ളവനാണെന്ന് പറയുമ്പോൾ ഇല്ലാതിരിക്കുക എന്നത് അല്ലാഹുവിനെ കുറിച്ച് ആർക്കും ചിന്തിക്കാനേ കഴിയില്ല. അല്ലാഹു ഉള്ളവനാണതിന് തുടക്കമില്ലെന്ന് പറയുമ്പോ അല്ലാഹു ഒരിക്കലും പുതുതായി ഉണ്ടായവൻ അല്ല. അവൻ എന്നും നിലനിൽക്കുന്നവനാണെന്ന് പറയുമ്പോ അവൻ ഒരിക്കലും നാശമുണ്ടാകുന്നവൻ അല്ല. അല്ലാഹു സർവ്വശക്തികളും വ്യത്യസ്തനാണ് എന്ന് പറയുമ്പോ അവന് തുല്യനായി ഒരാളും ഒന്നും ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വയം നിലനിൽക്കുന്നവനാണ്. നമ്മൾ ആരും സ്വയം നിലനിൽക്കുന്നവർ അല്ല. ഞാനിപ്പോൾ ജീവിക്കണമെങ്കിൽ എനിക്ക് വായു വേണം, വെള്ളം വേണം, ഭക്ഷണം വേണം, അങ്ങനെ എനിക്ക് വേറെ പല ശക്തികളും വേണം. എനിക്ക് നിൽക്കാൻ സ്ഥലം വേണം, കിടക്കാൻ ഇടം വേണം, അങ്ങനെ പലതും വേണം. എനിക്ക് കാണാൻ കണ്ണ് വേണം, കേൾക്കാൻ കാത് വേണം, പിടിക്കാൻ കൈ വേണം, നടക്കാൻ കാല് വേണം, ചിന്തിക്കാൻ മനസ്സ് വേണം, അങ്ങനെ എന്തൊക്കെ വേണം. അതിന്റെ പുറമെ ഈ പറഞ്ഞ എല്ലാ സംഗതികളും സൃഷ്ടികളാണ്. ഞാനും സൃഷ്ടിയാണ്, നിങ്ങളും സൃഷ്ടിയാണ്. ഈ സൃഷ്ടികളെല്ലാം അല്ലാഹു സമദ്, അല്ലാഹുവിനെ ആശ്രയിക്കുന്നതാണ്. അല്ലാഹു ഒന്നിലേക്കും ആശ്രയമില്ലാത്തവനാണ്. അല്ലാഹുവിലേക്ക് ആശ്രയിക്കാത്ത ഒരു മലക്കും ഇല്ല, ഒരു നബിയും ഇല്ല, ഒരു വലിയും ഇല്ല, ഒരു വ്യക്തിയും ഇല്ല, ഒരു രാജാവും ഇല്ല, ഒരാളും ഇല്ല. എല്ലാവരും അല്ലാഹുവിലേക്ക് ആശ്രയമുള്ളവരാണ്. അല്ലാഹു ബിൽ ഹഖ് മഅബൂദുൻ ലനാ മിൻഹുൻ നസ്ർ വലഹുൽ ഗിനാമൽ കുല്ലു ഇല്ലാ മുഫ്തഖിർ. നിങ്ങൾ മലപ്പുറം ജില്ലക്കാരല്ലേ? ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി നിങ്ങൾ മലപ്പുറം ജില്ലക്കാരനല്ലേ? മഹാനവറുകൾ പാടിയ ഒരു പദ്യമാണ്, അല്ലാഹു മാത്രമാണ് ആരാധ്യൻ. മിൻഹുൻ നസ്ർ, അല്ലാഹുവിൽ നിന്ന് മാത്രമാണ് സർവ്വ സഹായവും. അതേ, ഏത് സഹായം ആരിൽ നിന്ന് എത്ര എങ്ങനെ എപ്പോൾ എവിടെ നിന്ന് കിട്ടിയാലും അതൊക്കെ അല്ലാഹുവിൽ നിന്നുള്ള സഹായമാണ്. മിൻഹുൻ നസ്ർ, അതേ, വലഹുൽ ഗിനാ, അവൻ മാത്രമാണ് അന്യാശ്രയമില്ലാത്തവൻ, അവൻ ആരിലേക്കും ആശ്രയമുള്ളവനല്ല. കുല്ലും മുഫ്തഖിർ, എല്ലാ സൃഷ്ടികളും അല്ലാഹുവിലേക്ക് ആശ്രയമുള്ളവരാണ്. ഉമർ ഖാദി റളിയല്ലാഹു അൻഹു നഫായിസുദ് ദുർറിൽ ചൊല്ലിയത് കാണാം. അപ്പൊ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം അത് വളരെ കൃത്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നിലേക്കും ആശ്രയമില്ലാത്തവനാണ്. വവാഹിദുൻ വഹയ്, അല്ലാഹു ഏകനാണെന്ന് പറയാൻ നമുക്കൊന്നും അർഹതയില്ല. ഞാൻ എങ്ങനെ ഏകനാകും? ഞാൻ ഏകനാകില്ല. എന്തുകൊണ്ട്? മജ്ജയും മാംസവും രക്തവും എല്ലും പല്ലും തോലും കയ്യും കാലും തലയും എന്തെല്ലാം കൂടിച്ചേർന്നുള്ളവനാണ് ഞാൻ. ഞാൻ ഏകനാണോ? അല്ല, പലതും കൂടിച്ചേർന്നുള്ളവനാണ്. ഞാൻ ഏകനല്ല. നിങ്ങൾ ആരും ഏകനാണെന്ന് പറയാൻ പറ്റില്ല. ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു മാത്രമാണ് ഏകൻ എന്ന് പറയാൻ പറ്റുന്നവനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനൊന്നും കൂടിച്ചേർന്നുള്ളവൻ അല്ല. അല്ലാഹുവിന് ഒരുപാട് സവിശേഷതകൾ ഉണ്ട്. അതൊന്നും മറ്റൊരാളെ ആശ്രയിച്ചു കൊണ്ടുള്ളതല്ല. അതേ, ഖാദിർ മുരീദുൻ ആലിമുൻ ബികുല്ലി ശൈ സമീഉൽ ബസീർ വൽ മുതകല്ലിമു ലഹു സിഫാത്തുൻ സബഅത്തുൻ തൻതളിമു. അല്ലാഹു കഴിവുള്ളവനാണ്, നമ്മളെപ്പോലെയല്ല. നമുക്ക് സ്വന്തം കഴിവില്ല. അല്ലാഹു സ്വന്തം കഴിവുള്ളവനാണ്, സ്വന്തം ഉദ്ദേശിച്ച് ചെയ്യുന്നവനാണ്, സ്വന്തം അറിവുള്ളവനാണ്, എല്ലാം സ്വന്തമായി കേൾക്കുന്നവനാണ്, എല്ലാം സ്വന്തമായി കാണുന്നവനാണ്. അവന്റേതൊന്നും മറ്റൊരാളെ ആശ്രയിച്ചു കൊണ്ടുള്ളതല്ല.
നമ്മളതൊക്കെയും അള്ളാഹുവിനെ ആശ്രയിച്ചുകൊണ്ടാണ്. നമ്മളെ സർവ്വ കഴിവുകളും അള്ളാഹു തരുന്ന കഴിവ് മാത്രം. സൃഷ്ടികളുടേതൊക്കെ അങ്ങനെയാണ്. അള്ളാഹു തആല എന്തുകൊണ്ടും ഏകനാണ്. വഹ്ദാനിയ്യത്ത്, അതെ, ഖിയാമുഹു ബിന്നഫ്സി വഹ്ദാനിയ്യ മുനസ്സഹുൻ ഔസാഫു സാനിയ്യ. ശാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രബലമായ കിതാബുകളിൽ ഒന്നായ കിതാബ് നിഹായ, ആ നിഹായത്തുൽ മുഹ്തജി എഴുതിയ ഇമാം റംലി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ ബഹുമാനപ്പെട്ട ഇബ്രാഹിമുൽ ലഖാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ജൗഹറത്തുൽ തൗഹീദ്, ആ ജൗഹറത്തുൽ തൗഹീദാണ് മമ്പറന്തങ്ങൾ പ്രത്യേകം സർട്ടിഫിക്കറ്റ് കൊടുത്ത ഗ്രന്ഥം. അത് അഖീദ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ്. നഫായിസുദ് ദുറരി കിതാബുൽ അദ്കിയ ജൗഹറത്തുൽ തൗഹീദ് റിസ്ഖുൽ അസ്ഫിയ എന്ന് മഹാനായ മമ്പറന്തങ്ങൾ പാടിയത് ആ ജൗഹറത്തുൽ തൗഹീദ്. അതിൽ ഇബ്രാഹിം ലഖാനി റഹ്മത്തുള്ളാഹി അലൈഹി നിങ്ങൾ പറഞ്ഞത് കണ്ടില്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഏത് നിലക്കും ഏകനാണ്. നമ്മളാരും ഏകനാണെന്ന് പറയാൻ വകുപ്പില്ല. ഞാൻ നിൽക്കണമെങ്കിൽ സ്ഥലം വേണം, എനിക്ക് ജീവിക്കണമെങ്കിൽ പലതും വേണം. അങ്ങനെ ഞാൻ ഏകനാണെന്ന് പറയാൻ വകുപ്പില്ല, ഒരാൾക്കും ഏകനാണെന്ന് പറയാൻ വകുപ്പില്ല. അല്ലാഹു മാത്രമാണ് ഏകൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വഹ്ദാനിയത്ത് എന്ന സിഫത്തുള്ളവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നും ഹയാത്തുള്ളവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ എല്ലാ ഗുണവിശേഷണങ്ങളും ഉള്ളവനാണ്. അല്ലാഹ് അവന് കഴിവുണ്ട്, ഖുദ്റത്തുണ്ട്, അവന് ഇറാദത്തുണ്ട്. മുഅ്തസിലത്ത് എന്ന് പറഞ്ഞിട്ടൊരു കക്ഷികൾ ഉണ്ടായിരുന്നു. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ജയിലിട്ട് തല്ലിയ ടീമാണ്. അഹ്മദ് ഇബ്നു നസ്ർ ഖുസായി റളിയല്ലാഹു തലവെട്ടിക്കളഞ്ഞ ടീമാണ്. എന്തിന്? ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്, അത് സൃഷ്ടിയല്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ. ആ മുഅ്തസിലത്ത് പറഞ്ഞു അല്ലാഹുവിന് ഖുദ്റത്തില്ല, അല്ലാഹു കഴിവുള്ളവനാണ്, പക്ഷേ കഴിവില്ല, കഴിവെന്നൊരു സിഫത്തില്ല എന്ന് പറഞ്ഞു. അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം അല്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് കൃത്യമായി എല്ലാ വിഷയങ്ങളും അല്ലാഹുവിനെ സംബന്ധിച്ച് വിശ്വസിക്കേണ്ടതൊക്കെ ചെറിയ കുട്ടിക്കാലത്ത് തന്നെ പഠിപ്പിച്ചു. വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹ്, ഒന്നാം ക്ലാസ് മുതൽ പഠിച്ചതാണ് നമ്മൾ. എല്ലാ ഖൈറും ശർറും അല്ലാഹുവിങ്കൽ നിന്നാണ്. ഹദാദിയിൽ നമ്മൾ പറയും ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് അൽ ഖൈറു വശർറു ബിമശീഅത്തില്ലാഹ്. ഏത് നന്മയും തിന്മയും അല്ലാഹുവിന്റെ ഉദ്ദേശപ്രകാരം നടക്കുകയാണ്. എന്താണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം? വളരെ കൃത്യമാണ്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഖവാഇദുൽ അഖായിദിൽ വിവരിച്ചു, അല്ലാഹുവിന്റെ ഇറാദത്ത്, ഉദ്ദേശം എന്ന ആ സിഫത്ത് വിവരിച്ചുകൊണ്ട് പറഞ്ഞു, മുരീദുൽ ലിൽ കായിനാത്ത്, സർവ്വ സൃഷ്ടികളെയും അവൻ ഉദ്ദേശിച്ചുണ്ടാക്കിയതാണ്. അവനെ ആരും നിർബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ അവൻ അറിയാതെയോ ഇവിടെ യാതൊരു സംഗതിയും നടന്നിട്ടില്ല, നടക്കുകയില്ല. മുരീദുൽ ലിൽ കായിനാത്ത് മുദബ്ബിറുൽ ലിൽ ഹാദിസാത്ത്, സർവ്വ സൃഷ്ടികളെയും വ്യവസ്ഥപ്പെടുത്തി നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്. എല്ലാ സൃഷ്ടികളെയും നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്. മുദബ്ബിറുൽ ലിൽ ഹാദിസാത്ത്, അത് വിശദീകരിച്ചുകൊണ്ട് മഹാനവറുകൾ പറഞ്ഞു, അതാ മാഷാ അല്ലാഹു കാന മാ ലം യശഅ ലം യകുൻ. അല്ലാഹു ഉദ്ദേശിച്ചതുണ്ടാകും, അല്ലാഹു ഉദ്ദേശിക്കാത്തതുണ്ടാകൂല. എത്രത്തോളം ഖുർആൻ പറഞ്ഞില്ലേ, വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്. ഞാൻ എൻ്റെ കൈ ഇങ്ങനെ പൊക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അത് ഞാൻ ഉദ്ദേശിക്കണമെങ്കിൽ ആദ്യം അല്ലാഹു ഉദ്ദേശിക്കണം. അതെ, അവൻ കൈ ഉയർത്താൻ ഉദ്ദേശിക്കട്ടെ എന്ന് അല്ലാഹു ഉദ്ദേശിച്ചാലേ എനിക്ക് കൈ ഉയർത്താൻ ഉദ്ദേശിക്കാൻ തന്നെ കഴിയൂ. അല്ലാഹു ഉദ്ദേശിക്കാതെ എനിക്കങ്ങനെ ഉദ്ദേശിക്കാൻ തന്നെ കഴിയില്ല. അല്ലാഹു തആല ഉദ്ദേശിക്കാതെ എനിക്ക് കൈ ഉയർത്താൻ കഴിയില്ല. അല്ലാഹു പറഞ്ഞില്ലേ, മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി,
അല്ലാഹുവിന്റെ ഉത്തരവില്ലാതെ ആർക്കാണ് റെക്കമെൻഡ് ചെയ്യാൻ കഴിയുക? അതേ റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ അദ്ദേഹം റെക്കമെൻഡ് ചെയ്യണമെന്ന് അല്ലാഹു ഉദ്ദേശിക്കണം. അല്ലാഹു ഉദ്ദേശിക്കാതെ ഒരു ശഫാഅത്തും ഒരു വ്യക്തിയിലും ഒന്നിൽ നിന്നും ലഭിക്കൂല. അതുകൊണ്ടാണ് ലില്ലാഹി ശഫാഅത്തു ജമീഅ, സർവ്വ റെക്കമെൻഡും അല്ലാഹുവിങ്കിൽ നിന്ന് തന്നെയാണ്. അവൻ ഉദ്ദേശിക്കാതെ ഇവിടെ ഒന്നും നടക്കൂല. മാഷാ അല്ലാഹു കാൻ വമാ ലം യശഅ ലം യകുൻ. അല്ലാഹു ഉദ്ദേശിക്കാതെ ഒന്നും സംഭവിക്കൂല. അത് പറഞ്ഞിട്ട് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഒന്നുകൂടി വിശദീകരിച്ചു. അതേ വലബിജ്തമഅൽ ഇൻസു വൽ ജിന്നു, എല്ലാ മനുഷ്യന്മാരും ഒരുമിച്ച് കൂടി. എല്ലാ മനുഷ്യന്മാരും എന്ന് പറയുമ്പോൾ അതിൽപ്പെടാത്ത ഒരാളും ഇല്ലല്ലോ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനാണല്ലോ, ജിന്നല്ലല്ലോ, അതേ മലക്കല്ലല്ലോ, ദൈവമല്ലല്ലോ, ദൈവപുത്രനല്ലല്ലോ. അങ്ങനൊന്നും മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ. മനുഷ്യനാണ്, പക്ഷേ സാധാരണ മനുഷ്യൻ അല്ല. സാധാരണ മനുഷ്യന് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണാൻ കഴിയോ? സാധാരണ മനുഷ്യൻ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ശബ്ദം കേൾക്കാൻ കഴിയോ? അല്ലെ പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യരൂപത്തിൽ വരണം. മനുഷ്യരൂപത്തിൽ വന്നാൽ ജിബ്രീലാണെന്ന് മനസ്സിലാക്കാൻ കഴിയോ സാധാരണക്കാർക്ക്? അതുകൊണ്ടല്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങനെ കണ്ടിട്ട് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് പറഞ്ഞു കൊടുത്തത് ജിബ്രീലായിരുന്നു. അപ്പൊ സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനാണ്, സാധാരണ മനുഷ്യൻ അല്ല. എത്ര ക്ലിയറാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. ആ നബി തങ്ങൾ അടക്കം ഉൾപ്പെട്ടു മനുഷ്യൻ എന്ന് പറയുമ്പോ. അതാണ് ഇമാം ഗസാലി നിങ്ങൾ പറയാണ് വലബിജ്തമഅൽ ഇൻസു, എല്ലാ മനുഷ്യരും ഒരുമിച്ച് കൂടി. ഇനി ഒരു നബിയും ബാക്കിയില്ല, ഒരു വലിയും ബാക്കിയില്ല, ഒരു ഖുതുബും ബാക്കിയില്ല, എല്ലാവരും ഒരുമിച്ച് കൂടി. വൽ ജിന്നു, എല്ലാ ജിന്നുകളും ഒരുമിച്ച് കൂടി. ജിന്നില്ല എന്നൊന്നും പറയാൻ പറ്റൂലല്ലോ. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ജിന്ന് എന്ന് പറഞ്ഞ സൂറത്ത് തന്നെ ഇല്ലേ? ജിന്നിന്റെ കാര്യത്തിലൊക്കെ പുത്തൻവാദികൾക്ക് വലിയ തർക്കമുണ്ട്, നമുക്ക് തർക്കമൊന്നുമില്ല. ഓ സുഹൃത്തുക്കളെ, ആ ജിന്ന് എന്ന് പറയുന്ന വർഗം അവരും ഒരുമിച്ച് കൂടി. വൽ മലായിക, എല്ലാ മലക്കുകളും ഒരുമിച്ച് കൂടി. എല്ലാ മലക്കുകളും എന്ന് പറയുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം അടക്കം അതിൽ പെട്ടില്ലേ? എന്താണ് ജിബ്രീൽ അലൈഹിസ്സലാമിനൊക്കെ അല്ലാഹു കൊടുക്കുന്ന കഴിവ് നമുക്ക് പറയാൻ പറ്റുമോ? ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമൂഹം വിവാഹം കഴിച്ച് ഭാര്യയുമായി ബന്ധപ്പെട്ട് ലൈംഗികാസ്വാദനം നടത്തുന്നതിന് പകരം ആൺകുട്ടികളെ ഉപയോഗിച്ച് ലൈംഗികാസ്വാദനം നടത്തിയപ്പോൾ അതിനെ ലൂത്ത് നബി അലൈഹി ഇസ്ലാം വിരോധിച്ചപ്പോൾ അത് അവർ അംഗീകരിച്ചില്ല. ഖുർആൻ പറഞ്ഞതല്ലേ, ഭാര്യമാരുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലാതെ മറ്റേത് വിധത്തിൽ ആര് ലൈംഗികാസ്വാദനം നടത്തിയാലും കടുത്ത തെറ്റാണ് എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പ് ലൂത്ത് നബി അലൈഹിസ്സലാം ആ കാര്യം സമൂഹത്തെ ഉണർത്തി, പക്ഷേ അവർ സ്വീകരിച്ചില്ല. അവരുടെ നാട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു നാട് തന്നെ എടുത്ത് മറിച്ചങ്ങിട്ടു. ഖുർആൻ അത് പഠിപ്പിക്കുന്നുണ്ട്. അത്ര വലിയ ശക്തി അല്ലാഹു തആല കൊടുത്ത ജിബ്രീൽ അലൈഹിസ്സലാം അടക്കമുള്ള എല്ലാ മലക്കുകളും ഒരുമിച്ചു, എല്ലാ ശൈത്താന്മാരും ഒരുമിച്ചു കൂടി. ഇപ്പൊ ചിലരൊക്കെ സിഹിർ ചെയ്യുന്നവരൊക്കെ ഇല്ലേ? ഈ സിഹിർ തന്നെ ശൈത്താനിനെ സ്വാധീനിച്ചുകൊണ്ട് ചില പരിപാടികൾ നടത്തുന്നതല്ലേ? ആ ശൈത്താന്മാര് മുഴുവനും ഇബ്ലീസ് അടക്കം എല്ലാരും ഒരുമിച്ച് കൂടി. പറയാണ് എന്തിന്? പ്രപഞ്ചത്തിൽ ഒരു അണുവിനെ ചലിപ്പിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടി. അല്ലെങ്കിൽ ഒരു അണുവിനെ നിശ്ചലമാക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടി. എങ്ങനെ? അല്ലാഹു ഉദ്ദേശിക്കാതെ, അല്ലാഹു തീരുമാനിക്കാതെ എല്ലാ മലക്കും ജിന്നും ശൈത്താനും എല്ലാ മനുഷ്യരും ഒരുമിച്ച് കൂടി. എന്തിന്? ഈ പ്രപഞ്ചത്തിൽ ഒരു ചെറിയ അണുവിനെ ചലിപ്പിക്കാനോ നിശ്ചലമാക്കാനോ. എന്നാൽ ഇമാം ഗസാലി സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പറയാണ്, സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ പറയാണ്, അല്ലാഹു ഉദ്ദേശിക്കാതെ സർവ്വശക്തികളും ഒരുമിച്ച് കൂടിയാൽ അവർക്കതിന് സാധിക്കൂല, കഴിയൂല. അല്ലാഹു ഉദ്ദേശിക്കാതെ ഒരു അണുവിനെ ചലിപ്പിക്കാൻ ഒരു വലിയനും ഒരു ഖുതുബിനും ഒരു നബിക്കും ഒരു മലക്കിനും ഒരു ശൈത്താനിനും ഒരു സൃഷ്ടിക്കും കഴിയൂല. അല്ലാഹു ഉദ്ദേശിക്കുന്നത് മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ.
ഓ സുഹൃത്തുക്കളെ, എത്ര കൃത്യമാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം, എത്ര കൃത്യമാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആശയം. നമ്മുടെ ഇമാമിയങ്ങൾ വിശദീകരിക്കുകയാണ്. അപ്പൊ അല്ലാഹുവിന് ഇറാദത്ത് എന്ന സിഫത്ത്, ഖുദ്റത്ത് എന്ന സിഫത്ത്, അതൊക്കെ നമ്മൾ മദ്രസയിൽ നിന്ന് പഠിച്ചതാണ്. അത് പഠിച്ച അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയക്കാർ ഒരിക്കലും പിഴച്ചു പോകാൻ പാടില്ല. സർവ സംഗതികളും നിയന്ത്രിക്കുന്നവൻ യുദബ്ബിറുൽ അംർ അല്ലാഹുവാണ്. എന്നാൽ പിന്നെ ഞാനിപ്പോൾ ഇവിടെ വരുമ്പോൾ എന്റെ വാഹനം നിയന്ത്രിച്ചത് എന്റെ ഡ്രൈവറാണ്. അതെ, ഞാൻ 3-4 ദിവസം മുമ്പ് ദുബായിൽ പോയിട്ടുണ്ട്. പ്ലെയിൻ നിയന്ത്രിച്ചത് പൈലറ്റാണ്. ഈ സദസ്സ് നിയന്ത്രിക്കുന്നത് അധ്യക്ഷനാണ്. ചിലർ പറയും ലോകൊട്ടാകെ നിയന്ത്രിക്കുന്നത് അമേരിക്കയാണ്. ഇല്ലേ, അങ്ങനൊക്കെ പറയില്ല. ലോകൊട്ടാകെ അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ്. അതിനൊട്ടാകെ എന്നുള്ള ഉദ്ദേശമൊന്നുമില്ല പറയുന്ന ആൾക്ക്. ആ പറയുന്നതിനർത്ഥം ലോകത്ത് പല വിഷയത്തിലും അമേരിക്ക ഇടപെടുന്നുണ്ട് എന്നാണ്. അല്ലാതെ ലോകൊട്ടാകെ എന്ന് പറഞ്ഞെങ്കിലും അയാൾക്ക് അത് ഉദ്ദേശമില്ല എന്ന് ഉറപ്പാണ്. അയാൾ രാവിലെ മീമാങ്ങാൻ പോകുന്നത് അമേരിക്കന്റെ നിയന്ത്രണത്തിലാ. അദ്ദേഹം വീട്ടിൽ ചപ്പാത്തി ഉണ്ടാക്കുന്നത് അമേരിക്കന്റെ നിയന്ത്രണത്തിലാ. അപ്പൊ ലോകൊട്ടാകെ അതൊരു പറച്ചിലാണ്, കുറെ കാര്യത്തിൽ എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞതാണ് ലോകൊട്ടാകെ. നമ്മൾ ചിലപ്പോ പറയലില്ലേ, എടാ ഞാൻ നിന്നെ തെരഞ്ഞു ലോകൊട്ടാകെ തെരഞ്ഞല്ലോ, ലോകൊട്ടാകെ തെരയാൻ കഴിയുമോ? അതൊക്കെ ഒരു ഭാഷാ പ്രയോഗത്തിൽ വരുന്ന വാചകങ്ങളാണ്. അതൊന്നും കേട്ടിട്ട് അതിന്റെ പേരിൽ ആരെയും പേരിൽ കുതിര കയറുകയോ അവരെ പിടിച്ച് പിഴച്ചവരാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ ലോകൊട്ടാകെ നിയന്ത്രിക്കുന്നത് അമേരിക്കയാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ചില ഇടപെടലുകളൊക്കെ അമേരിക്ക നടത്തുന്നുണ്ട്. ആ ഇടപെടലും അല്ലാഹുവിന്റെ ഉദ്ദേശപ്രകാരം, അല്ലാതെ സ്വന്തത്തിലല്ല. ഒരു ഡ്രൈവർക്കും, ഒരു പൈലറ്റിനും, ഒരു ഭരണാധികാരിക്കും, ഒരു ഉദ്യോഗസ്ഥനും, ഒരാൾക്കും അല്ലാഹു ഉദ്ദേശിക്കാതെ എല്ലാരും കൂടിയാലും ഒരു അണുവിനെ ചലിപ്പിക്കാൻ കഴിയൂല. അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം എത്ര കൃത്യമാണ്. പിന്നെ എവിടെ ശിർക്ക്? പിന്നെ എങ്ങനെ അള്ളാഹുവിൽ പങ്കുചേർത്തു എന്ന് പറയുന്നത്? അള്ളാഹുവിന് തുല്യമായി ആരുമില്ല, ഒന്നുമില്ല, ആർക്കും ഒന്നുമില്ല, ആരുമില്ല. ഒക്കെ അള്ളാഹു കൊടുക്കുന്നത് മാത്രം. അവൻ ഉദ്ദേശിക്കുമ്പോൾ അവൻ കൊടുക്കുന്നത് മാത്രം. അവൻ ഉദ്ദേശിച്ചില്ലെങ്കിൽ കിട്ടുകയില്ല. ഓ സുഹൃത്തുക്കളെ, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിൻ അല്ലാഹു യഹ്ദീ മൻ യശാ. അല്ലാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്തിനാണ്? ജനങ്ങളെ സന്മാർഗ്ഗത്തിൽ എത്തിക്കാനാണ്. അല്ലാഹു തന്നെ പറഞ്ഞു, ഇന്നക ലാ തഹ്ദീ, ഓ നബിയെ നിശ്ചയം തങ്ങൾ ജനങ്ങളെ സന്മാർഗ്ഗത്തിലേക്ക് നയിക്കും. അതേ റബ്ബ് തന്നെ പറയുന്നു, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, നബിയെ തങ്ങൾ ഇഷ്ടപ്പെട്ടവരെ സ്വന്തത്തിൽ നിങ്ങൾക്ക് സന്മാർഗത്തിലാക്കാൻ കഴിയില്ല. പഠിച്ചവൻ ഉദ്ദേശിക്കാതെ കഴിയില്ല. എല്ലാം അല്ലാഹുവിൽ നിന്ന് മാത്രം. അതാണ് 1-ാം ക്ലാസ്സിൽ പഠിച്ചത്. വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹ്. എല്ലാ ഖൈറും ശർറും അല്ലാഹുവിൽ നിന്ന് മാത്രം. കുല്ലും മിൻ ഇൻദില്ലാഹ്, എല്ലാം അല്ലാഹുവിൽ നിന്ന് മാത്രം. വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, എന്ത് ഗുണം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും അത് അല്ലാഹുവിൽ നിന്നാണ്. സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമാണ് ഞാൻ പറയുന്നത്. ചിലര് അവരുടെ നേതാക്കൾ പറഞ്ഞു പറ്റിച്ചു. അവര് പറയും സുന്നികളെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എല്ലാം കിട്ടുന്നത് CM വലിയുള്ളാഹിൽ നിന്നാണ്, അല്ലെ എല്ലാം കിട്ടുന്നത് മുഹീദ്ദീൻ ശൈഖിൽ നിന്നാണ്. ഇങ്ങനെയൊക്കെയാണ് സുന്നികളുടെ വിശ്വാസം. സുന്നികളുടെ വിശ്വാസം ഞാനിപ്പോ പറഞ്ഞതാ. എല്ലാ മുഹീദ്ദീൻ ശൈഖിന് കിട്ടുന്നതും, എല്ലാ CM വലിയുള്ളാഹിക്ക് കിട്ടുന്നതും, എല്ലാ അമ്പിയാക്കൾക്ക് കിട്ടുന്നതും, ഏത് മലക്കിന് കിട്ടുന്നതും എല്ലാം അല്ലാഹുവിന്റെ നിയന്ത്രണത്തെ വിധേയമായി അവൻ കൊടുക്കുന്നതല്ലാതെ ആർക്കും ഒന്നുമില്ല. പൂർണ്ണ നിയന്ത്രണമുള്ളവൻ അല്ലാഹു മാത്രം. അതേ മുൻഫരിദും ബിൽ ഖൽഖി വത്തദ്ബീരി തലഅനി സബീഹി വന്നദീരി. ഇമാം ഇബ്നു റസ്ലാൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ സുബദിന്റെ തുടക്കത്തിൽ വിശ്വാസം പഠിപ്പിക്കുമ്പോൾ പറഞ്ഞതാണ്, അല്ലാഹു അല്ലാതെ സ്രഷ്ടാവില്ല, പടച്ചവനല്ലാതെ കൺട്രോൾ ചെയ്യുന്നവനില്ല, പടച്ചവനല്ലാതെ നിയന്ത്രിക്കുന്നവനില്ല. സുഹൃത്തുക്കളെ, എന്നിട്ട് അതിന്റെ വിശദീകരണം ഇമാം റംലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ തദ്ബീറ ലിമൻ ലാ ഖൽഖ ല, സ്രഷ്ടാവിനല്ലാതെ നിയന്ത്രണമില്ല.
അവന്റെ നിയന്ത്രണത്തിന് വിധേയമാണ് എല്ലാവരും, എല്ലാ നിയന്ത്രിക്കുന്നവരും. മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം അതേ മഴയുടെ വിഷയം നിയന്ത്രിക്കുന്നുണ്ടെന്ന് ചിലപ്പോ പറയും. അല്ലാഹ് പറഞ്ഞില്ലേ, ഫൽ മുദബ്ബിറാത്തി അംറാ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവരെ തന്നെയാണ് സത്യം. റോട്ടുമ്പോ കൂടി വണ്ടി പോകും, അതിങ്ങനെ എത്ര കൊല്ലായി പോകാൻ തുടങ്ങിയിട്ട് ഇതിപ്പോഴേ ഉണ്ടാവുള്ളൂ. ഫൽ മുദബ്ബിറാത്തി അംറാ, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവരെ തന്നെയാണ് സത്യം. അതാണ് നിയന്ത്രിക്കുന്നവർ. ആരാണ്? മുജാഹിദിന്റെ ഖുർആൻ പരിഭാഷയിൽ പറഞ്ഞു, അൽമനാറിൽ പറഞ്ഞു, ലോകം നിയന്ത്രിക്കുന്നത് മലക്കുകളാണ്. അത് പറഞ്ഞുകൊണ്ട് മുജാഹിദീങ്ങളൊക്കെ ശിർക്ക് ചെയ്തു എന്ന് നമ്മളും അറിയില്ല കേട്ടോ. കാരണം അവരെ പറഞ്ഞതിന്റെ ഉദ്ദേശം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന് വിധേയമായി മലക്കുകൾക്ക് ചില നിയന്ത്രണങ്ങൾ, ചില ഇടപെടലുകൾ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി അവർ വേറെ വിചാരം വെച്ചിട്ടാണെങ്കിൽ ശിർക്കാടെ, അള്ളാഹിനെ മറികടന്നുകൊണ്ട് മലക്കുകൾ നിയന്ത്രിക്കുന്ന വിശ്വസിച്ചതെങ്കിൽ അത് ശിർക്കാണ്. അങ്ങനെ അവർ വിശ്വസിക്കുന്നത് നമ്മളെന്തിനെ ആരെപ്പറ്റിയും പടക്ക് വിചാരിക്കണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, മുജാഹിദിൽ പെട്ടുപോയവരൊക്കെ നരകത്ത് കിടക്കണമെന്ന് വെച്ചാൽ മുജാഹിദ് പെട്ടതല്ല. നരകത്ത് കിടക്കണം ഒരാൾ ജമാഅത്ത് ഇസ്ലാമി ആവൂല. നരകത്ത് കിടക്കണോ വിചാരിച്ചിട്ട് ഒരാൾ തബ്ലീഗ് ജമാഅത്ത് ആവൂല. നരകത്ത് കിടക്കണോ വിചാരിച്ചിട്ട് ഒരാൾ വ്യാജ തരീഖത്ത് കൊടുങ്ങൂല. പിന്നെ സ്വർഗത്ത് പോകാനുള്ള വഴിയാന്ന് വിചാരിച്ച് പെട്ടുപോവാണ്. അപ്പൊ അവരെ നമ്മൾ ചീത്ത പറയൊന്നുമില്ല, ആവശ്യമില്ലാത്തൊന്നും പറയില്ല, ആവശ്യമുള്ളത് പറയും. എന്തിനാ? അവരെയും കൂടി മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി. അപ്പൊ മലക്കുകളാണ് നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന് വിധേയമായി ചില ഇടപെടലുകൾ മലക്കുകൾ നടത്തുന്നു. അതും അള്ളാഹുവിന്റെ ഉദ്ദേശപ്രകാരവും അവൻ കഴിവ് കൊടുക്കുന്നത് കൊണ്ടും മാത്രം. സ്വന്തമായി മലക്കുകൾക്കും ഒന്നുമില്ല, ഒരു അണുവിനെ ചലിപ്പിക്കാൻ പോലും കഴിയില്ല. അതാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചത്. ഓ സുഹൃത്തുക്കളെ, ഇടപെടലുകൾ ഉണ്ട്. ആ ഇടപെടൽ ഇല്ല എന്ന് പറയാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, ചിലരുണ്ടല്ലോ അള്ളാഹുവിലേക്ക് മധ്യവർത്തി വേണ്ട, ഒരു പുതിയ ആശയം. അള്ളാഹുവിലേക്ക് മധ്യവർത്തി വേണ്ട, അത് നമ്മളാ തീരുമാനിക്കേണ്ടത്, അല്ലല്ലേ തീരുമാനിക്കേണ്ടത്. വേണോ വേണ്ടേ? അള്ളാഹുവിലേക്ക് മധ്യവർത്തി വേണോ വേണ്ടേ, നമ്മളാ തീരുമാനിക്കേണ്ടത്. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യസില്ലാഹ വറസൂലുഹു ഫഖദ് ളല്ല ളലാലൻ മുബീനാ. അല്ലാഹുവും റസൂലും ഒരു കാര്യം തീരുമാനിച്ചാൽ അതിനെതിരെ പറയാൻ പാടില്ല, അതിനെതിരെ വിശ്വസിക്കാൻ പാടില്ല, അതിനെതിരെ പ്രവർത്തിക്കാൻ പാടില്ല. അതാണ് ഈമാനുള്ളവർ എന്ന് ഖുർആൻ പറയുന്നു. ഈമാനുള്ളവർക്ക് അല്ലാഹു റസൂൽ തീരുമാനിച്ചതിനെതിരെ പറയാൻ പാടില്ല. അപ്പൊ ഞാൻ പറയട്ടെ, അല്ലാഹു തആല മലക്കുകളെ മധ്യവർത്തി എന്തിന്? നമ്മളെ ദോഷം പുറത്തു തരാൻ വേണ്ടി. ദോഷം പൊറുക്കുന്നവൻ ആരാണ്? അല്ലാഹുവാണ്. പക്ഷേ അതിന് അല്ലാഹു മലക്കുകളെ മധ്യവർത്തിയാക്കി. അല്ലാഹു തആല മലക്കുകളെ സംബന്ധിച്ച് പറഞ്ഞു, യസ്തഗ്ഫിറൂന ലിമൻ ഫിൽ അർദ്, ഭൂമിയിലുള്ള മനുഷ്യരുടെ പാപം പുറത്തു കൊടുക്കാൻ മലക്കുകൾ എന്നോട് റെക്കമെൻഡ് ചെയ്യുന്നു. അപ്പൊ ഭൂമിയിലുള്ളവരെ ദോഷം പുറത്തു കൊടുക്കാൻ അല്ലാഹു തആല ഇടപെടാൻ വേണ്ടി മലക്കുകളെ നിശ്ചയിക്കുന്നു. അല്ലാഹുവിന്റെ കാരുണ്യമാണത്. ആ കാരുണ്യം നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ? യസ്തഗ്ഫിറൂന ലിമൻ ഫിൽ അർദ്, ലോകത്ത് കഴിഞ്ഞു പോയ മുഴുവൻ അമ്പിയാക്കളും വിശ്വസിക്കുന്നു, വിശ്വസിപ്പിക്കുന്നു അല്ലാഹുവാണ് ദോഷം പുറത്തു തരുന്നവൻ. പക്ഷേ ആ ദോഷം പൊറുക്കാൻ ഇടപെടുന്നവർ ഉണ്ട്. അവർ ഇടപെടുമ്പോൾ അല്ലാഹു സ്വീകരിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, നബിയുല്ലാഹി യാഖൂബ് അലൈഹിസ്സലാം, യാഖൂബ് നബി അലൈഹിസ്സലാമിന്റെ മക്കൾ വലിയ അക്രമം ചെയ്തു. സ്വന്തം സഹോദരൻ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി എറിഞ്ഞു. വേറെയും ഒരുപാട് അക്രമം ചെയ്തു. ബാപ്പയെ വല്ലാതെ വിഷമിപ്പിച്ചു. അവസാനം അവർ തൗബ ചെയ്യുന്ന രംഗമെത്തി. അപ്പോൾ അവരെന്താണ് ബാപ്പയോട് പറഞ്ഞത്? യാ അബാനസ്തഗ്ഫിർ ലനാ, ബാപ്പാ ഞങ്ങൾ തെറ്റ് ചെയ്തു പോയി, ആ തെറ്റ് അല്ലാഹു പുറത്തു തരാൻ ബാപ്പയൊന്ന് റെക്കമെൻഡ് ചെയ്യണേ. അപ്പൊ യാക്കൂബ് നബി എന്താ പറഞ്ഞത്? അങ്ങനെ മധ്യവർത്തിയൊന്നും വേണ്ട, ഡയറക്റ്റ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഇല്ല, അമ്പിയാക്കൾ അങ്ങനെ ഒരു ആശയം പഠിപ്പിച്ചില്ല, മുജാഹിദ് പഠിപ്പിച്ചതാ. യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞ മറുപടി ഖുർആനിലുണ്ട്. സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബി, നിങ്ങളെ ദോഷം പൊറുക്കാൻ ഞാൻ എൻ്റെ റബ്ബിനോട് റെക്കമെൻഡ് ചെയ്യും.
അങ്ങനെ റെക്കമെൻഡ് വേണ്ട എന്നല്ല യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞത്. ഇനി നിങ്ങൾ നോക്കൂ സുഹൃത്തുക്കളെ, അല്ലാഹു തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു തൈമിയ്യയും ഇബ്നുൽ ഖയ്യിമും അടക്കം നബി തങ്ങളെ സംബന്ധിച്ച് പല സ്ഥലത്തും പറയുന്ന വാക്ക് അഫ്ളലുൽ വസായിത്ത്, മധ്യവർത്തികളിൽ ഏറ്റവും ശ്രേഷ്ഠമായവർ. അതേ അല്ലാഹുവിന്റെ റസൂൽ ഏറ്റവും വലിയ മധ്യവർത്തിയാണ്. അതുകൊണ്ട് തന്നെ അതാ നബി തങ്ങളോട് അല്ലാഹു പറയുന്നു വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ഈമാനുള്ള പുരുഷന്മാർക്കും ഈമാനുള്ള സ്ത്രീകൾക്കും നബിയെ തങ്ങളവരെ ദോഷം പൊറുക്കാൻ എന്നോട് റെക്കമെൻഡ് ചെയ്യണേ. എന്തേ അള്ളാഹ്ക്കെന്തേ റസൂലുള്ളാഹിന്റെ റെക്കമെൻഡ് ഇല്ലാതെ തന്നെ പുറത്തു കൊടുക്കാൻ അധികാരമില്ലേ? ഉണ്ട്. പക്ഷെ അവിടെ റസൂലുള്ളാഹിനെ ഒന്ന് ആദരിക്കുകയാണ്, നബി തങ്ങൾക്ക് ബഹുമാനം കൊടുക്കുകയാണ്. തങ്ങൾ പറഞ്ഞാ ഞാൻ പുറത്തു കൊടുക്കും. ഈമാനുള്ള പുരുഷന്മാർക്ക് ഈമാനുള്ള സ്ത്രീകൾക്ക് ദോഷം ഞാൻ പുറത്തു കൊടുക്കാൻ തങ്ങളൊന്ന് റെക്കമെൻഡ് ചെയ്യണേ. ഖുർആൻ. ഇനി നിങ്ങൾ നോക്കൂ, നോക്കൂ തന്നെ, അങ്ങോട്ടല്ല. കണ്ണിൽ വരുന്നിപ്പിച്ചു കൊടുക്കുമ്പോ മൂക്ക കാണിച്ചു കൊടുക്കുക, കണ്ണിനെ കാണിച്ചു കൊടുക്കുക. ഓ സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആൻ തള്ളാൻ ഒരു മുസ്ലിമിന് പറ്റുമോ? ഖുർആൻ പറയുന്നു വലൗ ഇല്ലലഹും അൻഫുസഹും വലൗ അന്നഹും യല്ലമു അൻഫുസഹും, അവര് തെറ്റ് ചെയ്തു പോയാൽ. ആരാ തെറ്റ് ചെയ്യാത്തവർ? നിങ്ങൾക്ക് ആർക്കോ വാദമുണ്ടോ? ഞങ്ങളാരും ഒരു തെറ്റും ചെയ്തിട്ടില്ല? എനിക്ക് വാദമില്ല. അല്ലാഹു നമുക്കെല്ലാവർക്കും മാപ്പ് നൽകുമാറാകട്ടെ. അല്ലേ, 5 നേരം നിസ്കരിക്കുന്നുണ്ട്. ആ നിസ്കാരത്തിൽ എന്തൊക്കെ ദുനിയാവിന്റെ ചിന്തകളാണ് കടന്നു വരുന്നത്. വാസ്തവത്തിൽ തെറ്റല്ലേ? അല്ലാഹുവിൽ ലയിച്ചുകൊണ്ടല്ലേ നിസ്കരിക്കേണ്ടത്? അങ്ങനെ ഏത് വിഷയത്തിൽ നമ്മൾ കടന്നാലും എത്രയോ തെറ്റുകൾ നമ്മിൽ സംഭവിക്കുന്നില്ലേ സഹോദരന്മാരെ? തെറ്റ് ചെയ്തു പോയവർ അല്ലാഹു പറയാണ്, ഓ നബിയെ തങ്ങളെ സമീപത്ത് വരട്ടെ. അള്ളാഹിനോട് തെറ്റിയതിന് എന്തിനാ റസൂലുള്ളാഹിന്റെ അടുത്ത് വരുന്നത്? അള്ളാഹിന്റെ തീരുമാനമാണ് വരണം, എന്റെ റസൂലിന്റെ അടുക്കൽ വരണം. അവനെ ഞാൻ പോകില്ലാന്ന് പറയാൻ പറ്റുമോ? ഖുർആനാ തങ്ങളെടുക്കൽ വരട്ടെ. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം റാസി വിശദീകരിക്കുകയാണ്, ഇദാ ജാഊഹു, നബിയുടെ സമീപത്ത് ചെന്നാൽ, ജാഊ മൻ ഖസ്സഹുല്ലാഹു ബിരിസാലതിഹി, അല്ലാഹു റസൂലാക്കിയ വ്യക്തിയുടെ സമീപത്താണ് അവർ വരുന്നത്, ഒരു സാധാരണക്കാരന്റെ അടുക്കലല്ല. വഅക്രമഹു ബിവഹീഹി, അല്ലാഹു വഹി കൊടുത്ത് ബഹുമാനിച്ച വ്യക്തിയുടെ അടുക്കലാണ് വരുന്നത്. വജഅലഹു സഫീറൻ ബൈനഹു വബൈന ഖൽഖിഹി, അല്ലാഹുവിന്റെയും അവന്റെ സൃഷ്ടികളുടെയും ഇടയിൽ അല്ലാഹു മധ്യവർത്തിയാക്കിയ വ്യക്തിയുടെ സമീപത്താണ് വരുന്നത്. മധ്യവർത്തി വേണ്ട എന്നല്ല അള്ളാന്റെ തീരുമാനം. മധ്യവർത്തി വേണ്ട, അതാണ് എന്റെ ആശയമൊന്നും ആരും പറയണ്ട. വജഅലഹു സഫീറൻ ബൈനഹു വബൈന ഖൽഖിഹി, അല്ലാഹുവിന്റെയും അവന്റെ സൃഷ്ടികളുടെയും ഇടയിൽ അല്ലാഹു മധ്യവർത്തിയാക്കിയ വ്യക്തിയുടെ സമീപത്താണ് വരുന്നത്. അങ്ങനെ ആ നബിയുടെ അടുക്കൽ വന്നാൽ ഫൈദാ കാന കദാലിക, നബി തങ്ങൾ അങ്ങനെ ആകുമ്പോൾ ലം യറുദ്ദ ശഫാഅത്തുഹു, അല്ലെങ്കിൽ ലാ യറുദ്ദു ശഫാഅത്തുഹു, നബിയുടെ റെക്കമെൻഡ് അല്ലാഹു തള്ളൂല. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞു ജാഊക്ക്, തങ്ങളെടുക്കൽ വരട്ടെ. അടുത്ത് പോകാൻ കഴിയുന്നവരൊക്കെ അടുത്ത് പോകണം, ഇല്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും നബി തങ്ങളെ സമീപിക്കണം. അതേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ഇന്നൽ ഈമാന ലയരിസുൽ മദീനതി കമാ തൈരിസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ, പാമ്പ് മാളത്തിലേക്ക് മടങ്ങും പോലെ ഈമാൻ മദീനയിലേക്ക് മടങ്ങുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഖളിയാൽ തങ്ങളും ഇമാം നവവി തങ്ങളൊക്കെ വിശദീകരിച്ചില്ലേ, ഈമാനുള്ളവന്റെ മനസ്സെപ്പോഴും മദീനയിലാണ്, നബി തങ്ങളെ സമീപത്താണ്. എന്തേ കാരണം? ഒരു പാമ്പ് മാളത്തിലേക്ക് മടങ്ങലെപ്പോഴാണ്? പ്രശ്നമുണ്ടാകുമ്പോൾ ഉടനെ മാളത്തിലെത്തിയാൽ രക്ഷപ്പെടുമെന്ന ചിന്തയാണ്. അതുപോലെ ഈമാനുള്ളവന് നബി തങ്ങൾ മുഖേന രക്ഷപ്പെടുമെന്ന ചിന്തയാണ്. അതാണ് പാമ്പ് മാളത്തിലേക്ക് മടങ്ങും പോലെ ഈമാൻ മദീനയിലേക്ക് മടങ്ങും, മുഅ്മിനിന്റെ ഖൽബ് മദീനയിലേക്ക് മടങ്ങും. അതുകൊണ്ട് തന്നെയല്ലേ സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ നിസ്കാരം നിർവഹിക്കുന്നു. മുസ്ലിമീങ്ങൾ സർവ്വ കർമ്മങ്ങളും പടച്ചവനാണ് നിർവഹിക്കുന്നത്.
സുന്നികൾ അങ്ങനെയാണ്. ചിലര് പറയലുണ്ട് നേർച്ച അല്ലാഹ്ക്ക് മാത്രം, ബാക്കിയുള്ളതോ മുസ്ലിമീങ്ങൾ അങ്ങനെയല്ല. ഇന്ന സലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹ്, ജീവിതവും മരണവും അടക്കം അല്ലാഹുവിനാണ് സമർപ്പണം. അതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. ഒരു നേർച്ച മാത്രമല്ല. ഈ പ്രസംഗിക്കുന്നത് അല്ലാഹുവിനാണ്, നിങ്ങൾ പ്രസംഗം കേൾക്കുന്നത് അല്ലാഹുവിനാണ്, നമ്മൾ ചെയ്യുന്നതെല്ലാം അല്ലാഹുവിനാണ്. അതാണ് യഥാർത്ഥ സുന്നത്ത് ജമാഅത്ത്. നേർച്ച മാത്രമല്ല സുഹൃത്തുക്കളെ, എല്ലാം അല്ലാഹുവിനാണ്. പക്ഷേ നേർച്ച അല്ലാഹുവിനാണ് എന്ന് പറയും പോലെ നമ്മൾ സക്കാത്ത് കൊടുക്കുന്നത് അല്ലാഹുവിനാണ്. അതിനർത്ഥം സക്കാത്ത് വാങ്ങുന്നത് അള്ളയാണ് എന്നല്ലോ. ഇതുപോലെ നമ്മൾ ഒരു ആട്ടിനെ നേർച്ചയാക്കി നമ്മൾ ഒരു സ്ഥാപനത്തിലെ കുട്ടികൾക്ക് കിട്ടുന്ന കുട്ടിയേക്കാണ്, അത് നമ്മുടെ ബാപ്പാന്റെ പേരിലാണ്. അപ്പൊ അതിന്റെ പ്രതിഫലം ബാപ്പാക്കാണ്, ചെയ്യുന്നത് അല്ലാഹുവിനെയാണ്. എല്ലാ നേർച്ചയും എല്ലാ സദഖയും എല്ലാ സക്കാത്തും ഒക്കെ അല്ലാഹ് തന്നെയാണ്. നമുക്കല്ലാതെ ആർക്കും ചെയ്യലുണ്ടോ? പക്ഷെ ചില ഭാഷയിൽ പിടിച്ചിട്ട് ചിലർ പിടിച്ചു തൂങ്ങി ആളെ കാഫറാക്കണം എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടരുണ്ട്. സുബ്ഹാനല്ലാഹ്. ഒരു ദിവസം പെരുന്നാളിന്റെ തലേന്ന് കമ്മിറ്റിക്കാരൻ പിരിവ് ചോദിക്കുകയാണ്. എന്താ ചോദിച്ചത്? നമ്മക്ക് നിസ്കരിച്ച മൊയ്ലിയാർക്ക് പൈസ കൊടുക്കണം, പൈസ ഉണ്ടാക്കണം. നമ്മക്ക് നിസ്കരിച്ച മൊയ്ലിയാർക്ക് പണം കൊടുക്കണം, അതുകൊണ്ട് പിരിവ് തരണോന്ന്. അടച്ചോനെ, നമ്മക്ക് നിസ്കരിച്ച മൊയ്ലിയാരോ? അയാൾ പിന്നെ കാഫറായി പോലെ. അല്ല, അതിന്റെ അർത്ഥം എന്താണ്? നമ്മക്ക് ഇമാമത്ത് നിന്ന് നിസ്കരിച്ച മൊയ്ലിയാർ എന്നല്ലാതെ നമ്മക്ക് നിസ്കരിച്ചു പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ ചിലപ്പോ കോഴി ബദരീങ്ങക്കാണെന്നൊക്കെ പറയും. അതിന്റെ അർത്ഥം ബദരീങ്ങളൊന്ന് കോഴി തിന്നുന്നാ എന്നല്ലല്ലോ. അത് ബദരീങ്ങളുടെ പേരിൽ സദഖയാണ്. മരിച്ചവരുടെ പേര് സദഖ ചെയ്താൽ അവർക്ക് അതിന്റെ പ്രതിഫലം കിട്ടൂല. ഇമാം ബുഖാരി റിപ്പോർട്ട് ഹദീസല്ലേ. അപ്പൊ അതൊക്കെ വളച്ചൊടിച്ച് കുറെ മുഖ്യധാര മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കി കാഫറാക്കണമെന്ന് വിചാരിച്ചിട്ട് കൂട്ടർ ഇറങ്ങി എന്താ ചെയ്യുക? അല്ലാഹു അവർക്ക് സന്മാർഗത്തിന്റെ വെളിച്ചം കൊടുക്കണ്ടേ? ഓ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? തെറ്റ് ചെയ്തവർ നബിയെ തങ്ങളെ സമീപിക്കട്ടെ. സമീപിക്കട്ടെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഇങ്ങനെ വന്നാടെ നിൽക്കട്ടെ എന്നാ? അല്ല. ഒരാൾ പറഞ്ഞു, ഉസ്താദേ 4 ദിവസം ഈ ഇടത്തെ ഭാഗത്തൊരു വല്ലാത്തൊരു വേദന, ഉടനെ ഈ ഒരു ഡോക്ടറെ സമീപിക്കണം. നമ്മളെന്താ ചെയ്യാ? നമ്മൾ ഡോക്ടറെ സമീപിക്കും. എന്നിട്ടോ ഡോക്ടറോട് പറയും ഇവിടുന്ന് 4 ദിവസം ഇവിടുന്ന് ഒരു വേദന എന്ന് പറയൂലേ. അപ്പൊ സമീപിക്കണോ തന്നെ അർത്ഥം എന്താ? സമീപിച്ചിട്ട് വിഷയം പറയണോന്നല്ലേ? അല്ലാതെ ഡോക്ടറെ ഇങ്ങനെ പോയി സമീപിച്ച് മടങ്ങി വരില്ല. ഇതുപോലെ ജാവുക്കാന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? തങ്ങളെ സമീപിക്കണം എന്ന് പറഞ്ഞാൽ സമീപിച്ചിട്ട് തങ്ങളോട് പറയണോന്നാ. അതുകൊണ്ടാണ് ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ രേഖപ്പെടുത്തിയത് നബി തങ്ങളോട് റെക്കമെൻഡ് ചെയ്യാൻ ആവശ്യപ്പെടണം എന്നാണ് അവിടെ പറഞ്ഞത്. നബിയുടെ സമീപത്ത് ചെന്നിട്ട് പടച്ചവനോട് പൊറുക്കൽ ചോദിക്കണം. എല്ലാ സ്ഥലവും ഒരുപോലെയല്ല. നബിയുടെ സന്നിധിയിൽ ചെന്ന് ചോദിക്കുന്നതും നമ്മുടെ വീട്ടിൽ നിന്ന് ചോദിക്കുന്നതും ഒരുപോലെയല്ല. നബിയുടെ സമീപത്ത് ചെന്നിട്ട് പടച്ചവനോട് പൊറുക്കൽ ചോദിക്കണം. ഏതുപോലെ ഹജ്ജിന് പോകുന്നവർ പോകുന്നത് എന്താണ്? കഅബയുടെ സമീപത്ത് എന്ന് പടച്ചവനോടൊന്ന് മാപ്പ് പറയണം. കഅബയിൽ അല്ലാഹ് ഉണ്ട് എന്ന് വിശ്വസിച്ചിട്ടല്ലല്ലോ. അല്ലാഹ് ബഹുമാനിച്ച കഅബയുടെ സമീപത്ത് എന്ന് പറയുമ്പോൾ, അല്ലാഹു ബഹുമാനിച്ച നബിയുടെ സമീപത്ത് എന്ന് പറയുമ്പോൾ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ നബിയുടെ സമീപത്ത് ചെന്നിട്ട് അവിടുന്ന് അല്ലാഹുവോട് മാപ്പ് ചോദിക്കണമെന്ന് ഖുർആൻ. പോരാ, വസ്തഗ്ഫറ ലഹുർ റസൂൽ, നബി തങ്ങളോട് ആവശ്യപ്പെടണം. ഓ നബിയേ, എന്റെ ദോഷം പൊറുക്കാൻ അവിടുന്ന് റെക്കമെൻഡ് ചെയ്യണം. എന്നിട്ട് നബി തങ്ങൾ ഇടപെടണം. വസ്തഗ്ഫറ ലഹുർ റസൂൽ, അല്ലാഹുവിന്റെ റസൂൽ അവരെ ദോഷം പൊറുക്കാൻ ഇടപെടുകയുമായാൽ, നബി തങ്ങൾ റെക്കമെൻഡ് ചെയ്യുകയുമായാൽ, ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, അല്ലാഹു ദോഷം പുറത്തു കൊടുക്കുന്നു ഖുർആൻ. അപ്പൊ ഇടപെടലുകൾ ഉണ്ട്, ഇടപെടൽ വേണം. ഇനി നിങ്ങൾ ഖുർആൻ തന്നെ മറിക്കൂ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ 3 സൂറത്ത്. ഒന്ന് സൂറത്തുൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളെ ലക്ഷണം പറയുന്ന സൂറത്ത്. മറ്റൊന്ന് സൂറത്തുൽ കാഫിറൂൻ, അവിശ്വാസികളെ കുറിച്ച് പറയുന്ന സൂറത്ത്. മറ്റൊരു സൂറത്ത് സൂറത്തുൽ മുനാഫിഖൂൻ,
അതേ മേലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് പറയും. പള്ളിയിൽ നിസ്കരിക്കാനൊക്കെ ഉണ്ടാവും, പക്ഷേ ഉള്ളിൽ വിശ്വാസമില്ല. അവരെ കുറിച്ച് പറയുന്ന ഒരു സൂറത്ത്, ആ സൂറത്തിൽ അവരെ ലക്ഷണം പറയുന്നു അല്ലാഹ്. എന്താണ് ലക്ഷണം? ഇദാ ഖീല ലഹും തആലൂ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്, മുനാഫിഖുകളോട് പറയപ്പെട്ടാൽ അല്ലാഹുവിന്റെ റസൂല് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും. അതിന് റെക്കമെൻഡിന് വേണ്ടി നബിയോട് ആവശ്യപ്പെടാൻ വരൂ, നബിയോട് തേടാൻ വരൂ, നബിയോട് ചോദിക്കാൻ വരൂ എന്ന് പറഞ്ഞ് വിളിച്ചാൽ അവർ തലയങ്ങ് തിരിച്ചു കളയും. അവർ തിരിഞ്ഞു പോകുന്നതായി കാണാം നബിയെ. എന്താ കാരണം? അവർ അഹങ്കാരികളാണ്. ഞങ്ങൾ പടച്ചവനോട് തെറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ അങ്ങ് പറയും, അതിനങ്ങനെ നബിന്റെ ഇടപെടലൊന്നും വേണ്ട, മധ്യവർത്തി വേണ്ട എന്ന അഹങ്കാരികളാണവർ. ഖുർആൻ പറയാണ്. അതുകൊണ്ടും നിർത്തിയില്ല, റബ്ബ് പറയാണ്, സവാഉൻ അലൈഹിം അസ്തഗ്ഫർത ലഹും അം ലം തസ്തഗ്ഫിർ ലഹും ലൻ യഗ്ഫിറല്ലാഹു ലഹും. ഓ നബിയെ, എന്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാൻ, അതേ തെറ്റ് ചെയ്തിട്ട് റെക്കമെൻഡിന് ആവശ്യപ്പെടാൻ സന്നദ്ധമല്ലല്ലോ അവരെന്റെ ഹബീബിന് വേണ്ട സ്ഥാനം വകവെച്ചു കൊടുത്തില്ലല്ലോ, ഞാൻ കൊടുത്ത സ്ഥാനം അംഗീകരിച്ചില്ലല്ലോ. അതുകൊണ്ട് തന്നെ റബ്ബ് പറയാണ്, സവാഉൻ അലൈഹിം അസ്തഗ്ഫർത ലഹും അം ലം തസ്തഗ്ഫിർ ലഹും. ഓ നബിയെ, തങ്ങളുടെ അങ്ങേയറ്റത്തെ കാരുണ്യം കൊണ്ട് തങ്ങൾ അവർക്ക് വേണ്ടി ദോഷം പൊറുക്കാൻ എന്നോട് റെക്കമെൻഡ് ചെയ്താൽ പോലും ഞാൻ അവർക്ക് പൊറുക്കൂല. എന്റെ ഹബീബിന്റെ സ്ഥാനം വകവെച്ച് തന്നില്ലല്ലോ, അങ്ങയോട് റെക്കമെൻഡിന് പറയാൻ വിളിച്ചപ്പോ വന്നില്ലല്ലോ, അവർക്ക് വേണ്ടി തങ്ങളെ വകയിൽ റെക്കമെൻഡ് ചെയ്താൽ പോലും അല്ലാഹ് പൊറുക്കൂല നബിയേ. സുഹൃത്തുക്കളെ, അല്ലാഹു നിശ്ചയിച്ച മധ്യവർത്തിയായി തന്നെ വിശ്വസിക്കണം, ഇല്ലെങ്കിൽ ഈമാൻ കിട്ടൂല. ഇത് ഖുർആനാണ് ഞാൻ പറഞ്ഞത്, വേറെ നമ്മളെ വകയിൽ എന്തെങ്കിലും പ്രസ്താവന പറഞ്ഞതല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാനം വകവെച്ചു കൊടുക്കണം. ഇതുപോലെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സാലിഹീങ്ങളുടെ സ്ഥാനം വകവെച്ചു കൊടുക്കണം. കഅബ ശരീഫിന് കഅബയുടെ സ്ഥാനം വകവെച്ചു കൊടുക്കണം. ഇമാം ഇസുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, അതെ, നമ്മളെ കയ്യിലുള്ള മുസ്ഹഫ് മദ്രസയിൽ നിന്ന് പഠിക്കുമ്പോൾ എനിക്കൊരു സഖിയ സംശയം ഉണ്ടായി. എന്താ സംശയവും? ഉസ്താദുമാര് പറഞ്ഞു, ഇങ്ങോട്ടും അള്ളാന്റെ കലാം ആണ് ഖുർആൻ, ഖുർആൻ അള്ളാന്റെ കലാമാണ്. ഉസ്താദ് എന്നെ പറഞ്ഞു തന്നു, അള്ളാന്റെ കലാമിന് അക്ഷരമില്ല, അള്ളാന്റെ കലാമിന് ശബ്ദമില്ല. അപ്പൊ സംശയായി. ഖുർആൻ അള്ളാന്റെ കലാമാണെന്നും പറഞ്ഞു. എന്നിട്ടോ അള്ളാന്റെ കലാമിന് സൗണ്ടും ഇല്ല, അക്ഷരവും ഇല്ല അറിഞ്ഞു. ഇത് നമ്മൾ ഖുർആൻ ഓതുമ്പോ സൗണ്ട് ഇല്ലേ? അതുപോലെ തന്നെ ഖുർആനിൽ അക്ഷരമില്ലേ? സംശയായി. ഞാൻ സംശയം തീർന്ന കുറച്ച് കഴിഞ്ഞപ്പെടാ. അതുകൊണ്ട് അവൻ കൂടി പറയാം, നമ്മൾ മദ്രസയിൽ നിന്ന് പഠിക്കുന്നതല്ലേ പറഞ്ഞു വന്നത്. അള്ളാഹുവിന്റെ കലാം അള്ളാഹുവിന്റെ സിഫത്താണ്, അള്ളാഹുവിന്റെ ഒരു ഗുണമാണ് കലാം. അതിന്റെ മേൽ അറിയിക്കുന്ന വാചകങ്ങളാണ് മുസ്ഹഫിലുള്ളത്. അള്ളാഹിന്റെ കലാം എന്ന് പറഞ്ഞാൽ ഈ മുസ്ഹഫിലുള്ളത് അള്ളാഹിന്റെ കലാമിന്റെ മേൽ അറിയിക്കുന്ന വാചകങ്ങളാണ്. അതിനും അള്ളാഹിന്റെ കലാം എന്ന് തന്നെ പറയാ. അതെങ്ങനെ? ഞാനിപ്പോൾ ഇവിടെ ഒരു പ്രസംഗം നടത്തുന്നു. എന്റെ പ്രസംഗം ഏതാ? ഞാൻ പ്രസംഗിക്കുന്നതാണ് എന്റെ പ്രസംഗം. എന്നാൽ ഞാൻ ഇത് പ്രസംഗിക്കാൻ വേണ്ടി വരുമ്പോ എന്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ട് എന്ന് വെക്കാം. എന്നാൽ ആ പ്ലാനിനെ പറ്റി പറഞ്ഞൂടെ? എന്റെ പ്രസംഗം എന്റെ മനസ്സിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞൂടെ? അതും പ്രസംഗം തന്നെയാണ്. ഇപ്പൊ ഞാൻ പ്രസംഗിക്കുന്നതോ അതും പ്രസംഗം തന്നെയാണ്. നാളെ എന്റെ പ്രസംഗം ഒരു പത്രത്തിൽ അച്ചടിച്ചു വന്നാലോ അതിനെപ്പറ്റി എന്താ പറയാ? അതെ, പേരോടത്തുറാണ് സഖാഫിയുടെ പ്രസംഗം എന്നാ പറയാ. അതിന്റെ പ്രസംഗം, ആ പ്രസംഗം ഇതല്ലേ? അതിനും പ്രസംഗം എന്നാ പറയാ. കാരണം അത് എന്റെ പ്രസംഗത്തിന് വേണ്ടി അറിയിക്കുന്നതാണ്. അതുകൊണ്ട് അതിനും പ്രസംഗം എന്നാ പറയാ. അപ്പൊ ഈ മുസ്ഹഫിലുള്ളതിന് അള്ളാന്റെ കലാം തന്നെ പറയാ, അള്ളാന്റെ കലാം തന്നെ പറയേണ്ടതും. എന്നാൽ ഈ മുസ്ഹഫിനെ നമ്മൾ ബഹുമാനിക്കുന്നില്ലേ? അള്ളാന്റെ സിഫത്തല്ലല്ലോ അത്.
അത് അച്ചടിച്ച മുസ്ഹഫല്ലേ. എന്തുകൊണ്ടാണ് അതിനെ ബഹുമാനിക്കുന്നത്? ഇമാം ഇസ്സുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു പറയാണ്, ലിമാ ദല്ല അലൈഹി, അത് അല്ലാഹുവിന്റെ സിഫത്തിന്റെ മേൽ അറിയിക്കുന്നുണ്ട്. വന്തസബ ഇലൈഹി, അല്ലാഹുവിന്റെ കലാമിന്റെ മേൽ അറിയിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ കലാമാണെന്ന് ചേർത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് അതിനെ ബഹുമാനിക്കണം. അതുകൊണ്ട് മുസ്ഹഫിലെ ഒരായത്തോ ഒരക്ഷരമോ നമ്മളുടെ കയ്യിൽ പിടിച്ച് ടോയ്ലറ്റിൽ കയറിക്കൂടാ. കാരണം അള്ളാന്റെ മേൽ അറിയിക്കുന്നതാണത്. ഇനി ഞാൻ പറയട്ടെ, അള്ളാന്റെ പേര്, അള്ളാന്നോ റഹ്മാനെന്നോ ഏത് പേരാണെങ്കിലും ശരി, ആ പേര് അള്ളയല്ലല്ലോ, പക്ഷേ അത് അള്ളാന്റെ മേൽ അറിയിക്കുന്നതാണ്. അതുകൊണ്ട് ആ പേരും കൈ പിടിച്ച് ടോയ്ലറ്റിൽ കയറിക്കൂടാ. കാരണം അള്ളാന്റെ മേൽ അറിയിക്കുന്നതാണത്. ഇത് വിശദീകരിച്ചുകൊണ്ട് ഇസ്സുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു പറയാണ്, ഇതുപോലെ ഏതുപോലെ കമായു അള്ളമുൽ കഅബത്തു, കഅബയെ നമ്മൾ ബഹുമാനിക്കുന്നു. വകദൽ അംബിയാഉ വസ്സുഹദാഉ വസ്സുലഹാഉ, അംബിയാക്കൾ അല്ലാഹുവിന്റെ മേൽ അറിയിക്കുന്നവരാണ്. അതേ സാലിഹീങ്ങൾ അല്ലാഹുവിന്റെ മേൽ അറിയിക്കുന്നവരാണ്. ആലിമീങ്ങൾ അല്ലാഹുവിന്റെ മേൽ അറിയിക്കുന്നവരാണ്. അങ്ങനെ അല്ലാഹുവിന്റെ മേൽ അറിയിക്കുന്ന എല്ലാ വ്യക്തികളെയും വസ്തുക്കളെയും തഅദീം ചെയ്യണം. ഖുർആൻ പറഞ്ഞില്ലേ, വമൻ യുഅദ്ദിം ഹുറുമാത്തില്ലാഹി ഫഹുവ ഖൈറുൽ ലഹു, അല്ലാഹു ആദരിച്ചതിനെ വല്ലവനും ബഹുമാനിച്ചാൽ ഫഹുവ ഖൈറുൽ ലഹു, അതവന് ഖൈറാണ്. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞില്ലേ, വമൻ യുഅദ്ദിം ഹുറുമാത്തില്ലാഹി വമൻ യുഅദ്ദിം ശഅائറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അതേ പടച്ചവന്റെ മേൽ അറിയിക്കുന്ന ചിഹ്നങ്ങളെ ബഹുമാനിക്കുക എന്നത് ഖൽബിൽ തഖ്വയുള്ളവർ ചെയ്യുന്ന പരിപാടിയാണ്. തഖ്വയില്ലെങ്കിൽ അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കാൻ കഴിയില്ല. സുഹൃത്തുക്കളെ, അപ്പൊ ആദരിക്കപ്പെടേണ്ടതിനെ മുഴുവനും ആദരിക്കണം. പിന്നെ സാധാരണ ആളുകളെ പറഞ്ഞു പറ്റിക്കുന്ന ഒരു വാചകമുണ്ട്, അതും കൂടി ഒന്ന് ഞാനങ്ങ് പറയാം. സുന്നികൾ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഇല്ലട്ടോ, സുന്നികൾ ആരും അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാറില്ല. അല്ലാത്തവരോട് അപേക്ഷിക്കലുണ്ട്, തേടലുണ്ട്, സഹായം തേടലുണ്ട്, അപേക്ഷിക്കലുണ്ട്, ചോദിക്കലുണ്ട്, പ്രാർത്ഥിക്കലില്ല. അല്ലാത്തവരെ വിളിക്കലുണ്ട് കേട്ടോ. ചിലപ്പോ ബദരീങ്ങളെ വിളിച്ചിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കും, അല്ലേ? ബദരീങ്ങളെ വിളിച്ചിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തില്ലേ ഒരു പ്രാർത്ഥന? എങ്ങനെ? റസൂലുള്ളാഹിനെ വിളിക്കുക, അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. റസൂലുള്ളാഹിനെ വിളിക്കുക, റസൂലുള്ളാഹിനെ ഇടയാളനാക്കി തവസ്സുൽ ചെയ്യുക. റസൂലുള്ളാഹിനെ വിളിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇസ്തിഗാസ ചെയ്യുക, അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന അള്ളാഹിനോടാണ് സുന്നികളൊക്കെ ചെയ്യാറ്, ആരും സംശയിക്കണം. നിങ്ങൾ നോക്കൂ, ഞാൻ ഒരു ഹദീസ് പറഞ്ഞു, അത് സഹീഹാണെന്നതിൽ ഒരാൾക്കും തർക്കമില്ല. എല്ലാ മുജാഹിദും ഒരുപോലെ അംഗീകരിക്കുന്ന അടുത്ത കാലത്ത് കഴിഞ്ഞുപോയ ഒരു പണ്ഡിതനാണ്, മുജാഹിദ് പണ്ഡിതനാണ് അൽബാനി. തനാഖുദാത്തുൽ അൽബാനി എന്ന കിതാബിനുണ്ട്, അൽബാനി പറഞ്ഞ വൈരുദ്ധ്യങ്ങൾ. ആ അൽബാനി തന്നെ ആ ഹദീസ് സഹീഹാണെന്ന് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത ഒരാൾ വരും. എല്ലാവരും എഴുന്നേറ്റ് ഒരു സ്വലാത്തില്ലാട്ടെ, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇരുന്നോളി. കണ്ണിന് രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത ഒരാൾ വരും. നബി തങ്ങളോട് പറയുന്നു, നബിയെ എന്റെ കണ്ണിന് കാഴ്ച വേണം, അവിടുന്ന് പ്രാർത്ഥിക്കണം. ഖുർആനിൽ അല്ലാഹു എന്തേ പറഞ്ഞത്? ഉദൂനി അസ്തജിബ് ലക്കും, എന്നോട് ദ്വാരനോളി ഉത്തരം തരും. ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅാൻ, എന്നോട് ദ്വാരനോളൂ, ഞാൻ ഉത്തരം തരും. നിനക്ക് ഖുർആനിലില്ലേ? അപ്പൊ അത് പഠിപ്പിച്ച നബി തങ്ങൾ എന്താ പറഞ്ഞേ? നീ എന്നെ അങ്ങ് ദ്വാരനാ മതി എന്ന് പറഞ്ഞു. ഇല്ല, നമുക്ക് ദ്വാരക്കാം, അതിനൊരു മുടക്കമില്ല. പക്ഷേ മറ്റൊരാളോട് ദ്വാരക്കാൻ പറഞ്ഞുവിടാന്നുണ്ടോ? റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞുവിടാന്നുണ്ടോ? നബി തങ്ങളോട് പറയാണ്, എനിക്ക് എന്റെ കണ്ണിന് കാഴ്ച കിട്ടാൻ ദുആ ചെയ്യണം. അതിനൊരു കുഴപ്പമില്ലട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിനോട് ദുആ ചെയ്യാൻ പറഞ്ഞ ഈ ഹദീസിലുണ്ട്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിനോട് നബി തങ്ങൾ വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. എന്ത്? ഉവൈസുൽ ഖർനി എന്ന് പറഞ്ഞൊരു വലിയ മഹാൻ നിങ്ങളുടെ കാലഘട്ടത്തിൽ വരും, നിങ്ങൾ ഭരിക്കുന്ന കാലത്ത് വരും. നേരത്തെ തന്നെ പറയാ, പിന്നെ വരുന്ന കാര്യമൊക്കെ പറയാൻ കഴിയില്ലേ? നബി തങ്ങൾക്ക് അല്ലാഹു അതിനുള്ള കഴിവ് കൊടുക്കൂലേ? അങ്ങനെ ഒരാൾ വരും. വന്നാൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളെ ദോഷം പൊറുക്കാൻ വേണ്ടി അദ്ദേഹത്തെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യിച്ചോ എന്നറേ.
ആരോടാ ഇത് പറഞ്ഞത്? ഉവൈസുൽ ഖർണിയേക്കാൾ എത്ര ബഹുമാനമുള്ള ആളാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. സുഹൃത്തുക്കളെ, അപ്പൊ റെക്കമെൻഡ് ചെയ്യാൻ പറയലുണ്ട്, പറയിക്കലുണ്ട്. ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ ഉംറക്ക് പോകാൻ സമ്മതം ചോദിക്കുമ്പോ ലാ തൻസനി ഫീ ദുആഇക യാ ഉഖയ്യ, നിങ്ങളുടെ ദുആയിൽ എന്നെ മറന്നല്ലേ? ആരാ പറയുന്നത്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇരിക്കട്ടെ, നബിതങ്ങളോട് ദ്വാരക്കാൻ പറഞ്ഞു. നബിതങ്ങൾ എന്ത് പറഞ്ഞു? ക്ഷമിച്ചാൽ വലിയ കൂലി ഉണ്ടാവും. കൂലിയെല്ലാം വേണം, കണ്ണിന് കാഴ്ചയും വേണം. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്തു, നന്നായിട്ട് പോയി ഒരു ഒതു എടുത്തോ. എന്താ പരിപാടി? എന്താ വിഷയം? എന്താ വേണ്ടത്? കണ്ണിന് കാഴ്ച. കണ്ണിന് കാഴ്ച കേട്ടാ എന്താ പറഞ്ഞു കൊടുത്തത്? ഒതു എടുത്തോ. ഒതു എടുത്താ കണ്ണിന് കാഴ്ചട്ടോ. അങ്ങനൊക്കെ ഉണ്ട്, അങ്ങനൊക്കെ ഉണ്ട്. അള്ളാഹു തആല നിശ്ചയിച്ചാൽ എന്തുകൊണ്ട് കിട്ടും? ഇത് നബിതങ്ങൾ പറഞ്ഞു കൊടുക്കാൻ. പോയി ഒതു എടുത്തോ. ഒതു എടുത്തു. 2 റക്അത്ത് നന്നായിട്ട് നിസ്കരിച്ചോ. എന്തിനാ? കണ്ണിന് കാഴ്ച കിട്ടാൻ. കണ്ണിന് കാഴ്ച കിട്ടാൻ വെറും ഡോക്ടറെ അടുത്ത് ഒക്കെ മാത്രം അല്ല. പിന്നെ 2 നന്നായിട്ട് നിസ്കരിച്ചോ. ഡോക്ടറെ അടുത്ത് പോണ്ടാന്ന് പറയുന്ന കക്ഷിയല്ലോ നമ്മൾ, കേട്ടോ. അങ്ങനെയുണ്ട്. ഞാൻ ഒരു മുജാഹിദിന്റെ പരിപാടിയിൽ ജമാഅത്ത് ഇസ്ലാമിന്റെ മൗലവി ക്ലാസ് എടുക്കുന്ന ഒരു ക്ലിപ്പ് കേട്ടു. അയാൾ പറയുന്നത് എന്താ അറിയോ? ഗൈനക്കനെ കണ്ടാ ശിർക്കാണ്. ഒരു ഗർഭിണി ഗൈനക്കനെ കണ്ടാ ശിർക്കാവും. അതൊന്നും സുന്നികൾക്ക് വിശ്വാസമില്ല കേട്ടോ. ഗൈനക്കനൊക്കെ കാണാം. ഏത് ഗൈനക്കനെ കണ്ടാലും എല്ലാം കൊടുക്കുന്നവനും തടയുന്നവനും അല്ലയാണെന്ന് വിശ്വസിക്കണം. ഗൈനക്കനെ കാണാം, അതൊരു നിമിത്താണ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് 7 മക്കളുണ്ട്. 7 ആശുപത്രിയിൽ നിന്ന് പ്രസവിച്ചത്. അതുകൊണ്ട് ആശുപത്രിയിൽ നിന്നേ പ്രസവിക്കാൻ പാടുള്ള അഭിപ്രായം എനിക്കില്ല. എന്നെ പ്രസവിച്ചത് വീട്ടിൽ നിന്നാ. ഞാനും ഉണ്ടല്ലോ ഇപ്പോ. അപ്പൊ സുഹൃത്തുക്കളെ, സുരക്ഷിതമായ സ്ഥലത്ത് നിന്ന് പ്രസവം നടക്കണം. പഴയ കാലത്ത് വീട്ടിൽ തന്നെ സുരക്ഷിതമായി പ്രസവിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ പല സ്ഥലത്തും അതില്ല. അതിരിക്കട്ടെ. അപ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞ കണ്ണിന് കാഴ്ച വേണം. അതിന് പറഞ്ഞു കൊടുത്ത് എന്താണ്? ഒതു എടുക്കുക, 2 റക്അത്ത് നിസ്കരിക്കുക. നിസ്കരിച്ചാൽ പലതും കിട്ടും കേട്ടോ. ഖുർആന ഇസ്തഈനു ബിസ്സബ്രി വസ്സലാ, നിസ്കാരം കൊണ്ട് സഹായം തേടിക്കോ. നിസ്കരിച്ചാൽ പലതും കിട്ടും. നിങ്ങൾ കേട്ടിട്ടില്ലേ? ജുറൈജ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് വ്യഭിചാരോപണം പറഞ്ഞൊരു വേശ്യപ്പെണ്ണ് പച്ചക്കള്ളം പറഞ്ഞതാ. പക്ഷേ ജനങ്ങളത് വിശ്വസിച്ചു. ചെറിയ പിഞ്ചു കുഞ്ഞിനെ കാണിച്ചുകൊണ്ട് ഈ കുട്ടി ആളതാണെന്ന് ആളുകൾ കയറി തല്ലി ചീത്ത വിളിച്ചു. മഹാനവറുകൾ ആരാധന നടത്തുന്ന ആരാധനാ മണ്ഡപം വലിച്ചെറിഞ്ഞു. ജുറൈജ് റളിയല്ലാഹു അൻഹു മനപ്രയാസപ്പെട്ടു. മഹാനവറുകൾ എന്ത് ചെയ്തു? 2 റക്അത്ത് നിസ്കരിച്ചു. പ്രശ്നം പരിഹരിക്കാനാ. നിസ്കരിച്ചു വന്നിട്ട് എന്ത് ചെയ്തു? ഒരു കറാമത്ത് പ്രകടിപ്പിച്ചു. കറാമത്ത് അങ്ങനെ പ്രകടിപ്പിക്കാൻ കഴിയോ? ഓ, അള്ളാഹുവിന്റെ ഔലിയാക്കൾ വിചാരിക്കുമ്പോ ചിലപ്പോ അള്ളാഹു തആല കറാമത്ത് കൊടുക്കും. ജുറൈജ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? വന്നിട്ട് ആ ചോരക്കുഞ്ഞിന്റെ വയറ്റിന് ഒരു മുട്ട് കൊടുത്തു. 2 മുട്ട്. മൻ അബൂക്, നിന്റെ അച്ഛൻ ആരാണടാ? ആ കുട്ടി പറഞ്ഞു, ആട്ടിടയനാണ് നിങ്ങളല്ല. പിന്നാളുകളൊക്കെ വന്ന് കാല് പിടിച്ചു. സുഹൃത്തുക്കളെ, അപ്പൊ കറാമത്ത് വിചാരിക്കുമ്പോ ഉണ്ടാവില്ല എന്നാ മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയൊക്കെ പറഞ്ഞു. ഇത് പിന്നെ വിചാരിക്കാണ്ട ഉണ്ടായത്? വിചാരിക്കുമ്പോ ഉണ്ടാവും, വിചാരിക്കാണ്ടും ഉണ്ടാവും. അങ്ങനെയാണ് ഇമാമിങ്ങളൊക്കെ പറഞ്ഞത്. ഇരിക്കട്ടെ, അങ്ങനെ നിസ്കരിച്ചിട്ടാണ് ഈ പണിയെടുത്തത്. കാരണം നിസ്കാരം അതുകൊണ്ട് തന്നെ അള്ളാഹു പല സഹായവും കൊടുക്കും. നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യാനാ പറഞ്ഞത്? നല്ല കാര്യം ചെയ്തിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഇജാബത്താണ്. നിസ്കരിച്ചിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഇജാബത്താണ്. അയാൾ കയ്യാൻ നോക്കുമ്പോഴുള്ള ദുആ ഇല്ലേ, അത് നല്ല കാര്യം ചെയ്തിട്ടുള്ള ദുആയാ. അതിന് ദുആക്ക് ഇജാബത്തുണ്ട്. ദിക്ർ ചൊല്ലിയിട്ടുള്ള ദുആക്ക് ഇജാബത്തുണ്ട്. സ്വലാത്ത് ചൊല്ലിയിട്ടുള്ള ദുആക്ക് ഇജാബത്തുണ്ട്. ഖുർആൻ ഓതിയിട്ടുള്ള ദുആക്ക് ഇജാബത്തുണ്ട്. ഫാത്തിഹ ഓതിയിട്ട് ദുആ എന്നാൽ എന്തായാലും ഉത്തരം കിട്ടുമെന്നാണ് ഹദീസിലുള്ളത്. സുഹൃത്തുക്കളെ, അങ്ങനെ നിസ്കാരം കഴിഞ്ഞു. നിസ്കാരം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? നിസ്കാരം എന്ന് പറഞ്ഞാൽ ഒന്ന് ദിക്ർ, അല്ലാഹു അക്ബർ ദിക്റാണ്. പിന്നെന്താണ്? പിന്നെ പലതും ഉണ്ട്. ഫാത്തിഹ. അപ്പൊ ഫാത്തിഹ ഓതിയിട്ടുള്ള ദുആയാണ്. നിസ്കരിച്ചിട്ടുള്ള ദുആ തന്നെ ഫാത്തിഹ ഓതിയിട്ടുള്ള ദുആയാണ്. ഫാത്തിഹ ഓതാതെ നിസ്കരിക്കാൻ കഴിയുമോ? പിന്നെന്താണ്? പിന്നെ അല്ലാഹു അക്ബർ വീണ്ടും ദിക്ർ. പിന്നെന്താണ്? സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി തസ്ബീഹ്. അങ്ങനെ കുറെ സംഗതികളുണ്ട്. അതെല്ലാം കൂടി കഴിഞ്ഞ് അതിനായി നിസ്കാരം എന്ന് പറയാ. ആ നിസ്കാരം കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പറയാണ് അല്ലാഹുവിനോട്. എന്താണ് പ്രാർത്ഥന? അല്ലാഹുമ്മ, അല്ലാഹുവേ, അല്ലാഹുവിനോടാണ് പ്രാർത്ഥന. അല്ലാഹുവേ, ഇന്നി അതവസ്സലു അതവജ്ജഹു ഇലൈക ബിനബിയിക മുഹമ്മദിൻ നബിയിർ റഹ്മ. ഞാൻ നിന്നിലേക്ക് മുന്നിടുന്നു, നിന്നോട് ചോദിക്കുന്നു അല്ലാഹ്,
അള്ളാഹിനോട് ചോദിക്കുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയാം. ഇനി ഇൻഷാ അല്ലാഹ് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നതിന് ശേഷം വരുന്നുണ്ട്. അതിന് നമ്മൾ പ്രാർത്ഥന എന്ന് പറയില്ല, അതിന് ചോദിക്കുക, ആവശ്യപ്പെടുക, അപേക്ഷിക്കുക, തേടുക എന്നൊക്കെ പറയും. മലയാളത്തിൽ ഡിക്ഷണറി എടുത്തു നോക്കിയാലോ അതിനും പ്രാർത്ഥിക്കാന്ന് പറഞ്ഞൂടെ? കൂട്ടണം അർത്ഥന, പ്രാർത്ഥന, അപേക്ഷിക്കുക എന്ന് അർത്ഥം വെച്ചൂടെ? അത് വേറെ വിഷയമാണ്, നമ്മൾ സാധാരണ അങ്ങനെ പറയലില്ല. മഹാനായ നെല്ലിക്കുത്ത് ഉസ്താദ് പറയലുണ്ട്, അല്ലാഹു അവിടുത്തെ ഖബറിൽ ദർജ കൊടുക്കട്ടെ, അവിടുന്ന് പറയലുണ്ട്, വെള്ളപ്പൊക്കം വല്ലാത്ത ബുദ്ധിമുട്ടല്ലേ, വെള്ളം തന്നെ ജലല്ലേ, പക്ഷെ വെള്ളപ്പൊക്കത്തിന് ആരോ ജലദോഷം എന്ന് അറിയോ? ഇല്ലല്ലോ, അതിനങ്ങനെ പറയൂല. സുബ്ഹാനല്ലാഹ്, ഞാൻ പിന്നെ ഇങ്ങനെ പോകുമ്പോ എനിക്കിങ്ങനെ ഒരു ഓർമ്മ വന്ന്, ഊൺ തയ്യാർ, ഊൺ തയ്യാർ എന്തിനാ പറയാ? ഊണെന്ന് എന്തിനാ പറയാ? ഊണെന്ന് പറയാ എന്തിനാ? ചോറിന് അല്ലേ? പൊറാട്ടക്ക് ഊണെന്ന് പറയാം? ഇല്ല. നമ്മളാരും പൊറാട്ട എഴുതുന്ന ഞാൻ ഊണ് കഴിച്ചു വന്നു പറയോ? ഇല്ല. പക്ഷെ നിങ്ങൾ ഡിക്ഷണറി എടുത്തു നോക്ക്, ഊണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഊണ് തന്നെ തീറ്റ. ഒന്നാമത്തെ അർത്ഥം തീറ്റ, രണ്ടാമത്തെ ഭക്ഷണം, മൂന്നാമത്തെ ചോറ്. പക്ഷേ നമ്മൾ സാധാരണയായി മലയാളികൾ ഊണ് എന്ന് പറയല് ചോറിനാണ്. ഇതുപോലെ മലയാളികള് ദൈവത്തോട് ചോദിക്കുന്നതിന്, ഈശ്വരനാണെന്ന് നിലക്ക് ചോദിക്കുന്നത്, ദൈവമാണെന്ന് നിലക്ക് ചോദിക്കുന്നതിന് പ്രാർത്ഥന എന്ന് പറയും. സൃഷ്ടികളോട് ചോദിക്കുന്നതിന് അപേക്ഷിക്കാറ്. പോലീസ് സ്റ്റേഷനിൽ പോയി പ്രാർത്ഥിച്ചു എന്ന് പറയോ? ഇല്ല, പോലീസ് സ്റ്റേഷനിൽ പോയി അപേക്ഷിച്ചു എന്ന് പറയും. ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു എന്ന് പറയും, അല്ലാതെ പ്രാർത്ഥിച്ചു എന്ന് പറയില്ല. പക്ഷേ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ എന്ത് ചെയ്തു? ഈ സുന്നികളെ കാഫറാക്കാൻ വേണ്ടി ഒരു പുതിയ വാചകം ഉണ്ടാക്കിയതാണ്. ഈ സുന്നികൾ അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു തന്നെ. നമ്മൾ പ്രാർത്ഥിക്കലില്ല, നമ്മൾ സഹായം തേടലാണ് എന്ന് ഞാൻ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ ഇങ്ങനെയാണ് പ്രാർത്ഥനയിൽ കൊണ്ടുവരേണ്ടത്. അതെന്തിനാ? പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനാണ്. اللهم إني أسألك وأتوجه إليك بنبيك محمد النبي الرحمن. കാരുണ്യത്തിന്റെ പ്രവാചകരായ മുഹമ്മദ് നബിയെ അടയാളനാക്കി ഞാൻ നിന്നോട് ചോദിക്കുന്നു അല്ലാ, നിന്നോട് പ്രാർത്ഥിക്കുന്നു അല്ലാ. അടുത്ത പരിപാടി എന്താണ്? അടുത്ത ബദരീകളെ വിളിക്കല. ബദരീകളാരാ? അത് 313 ബദരീകൾ മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട്, മലക്കുകളുടെ കൂട്ടത്തിൽ 5000 ഉണ്ട്. 313 ഒന്നാമത്തെ ആളാരാ? മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹിനെ വിളിക്കാനാ പറഞ്ഞു കൊടുക്കുന്നത്. അതാ ബദരീങ്ങൾ വിളിക്കാൻ ഞാൻ പറഞ്ഞത്. യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയേ. അള്ളാഹിനോട് ദുആ ചെയ്യുമ്പോൾ റസൂലുള്ളാഹിനെ ഇടയാളനാക്കി തവസ്സുൽ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് അള്ളാഹിന്റെ റസൂലിനെ വിളിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹി. യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയേ, ഇന്നീ ഖദ് തവജ്ജഹ്തു ബിക ഇലാ റബ്ബി ഫീ ഹാജതി. എന്റെ ഈ ആവശ്യത്തിന്റെ വിഷയത്തിൽ ഓ നബിയെ ഞാൻ അല്ലാഹുവിലേക്ക് അങ്ങയെ മുന്നിട്ടിട്ടുണ്ട്. ലിതഖ്ദിയലി, തങ്ങൾ ഈ ആവശ്യം നിർവഹിച്ചു തരാനാണ്, തങ്ങൾ ഈ ആവശ്യം നിർവഹിച്ചു തരാനാണ്. ആവശ്യം നിർവഹിച്ചു കൊടുക്കുന്നവനാരാ? നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു എല്ലാ ഖൈറും ശറും അള്ളയാണ് കൊടുക്കുന്നത്. പിന്നെ റസൂലുള്ളാഹിയുടെ ആവശ്യം നിർവഹിച്ചു കൊടുക്കാൻ പറഞ്ഞത്, അതെ, അതിനർത്ഥം അല്ലാഹു എനിക്ക് ആവശ്യം നിർവഹിച്ചു തരാൻ തങ്ങൾ ഇടപെടണം എന്നാണ്. അതുകൊണ്ടാണ് അതിന്റെ ശേഷമുള്ള വാചകം അല്ലാഹുമ്മ ഫശ്ശഫിഹു ഫിയ്യാ. അല്ലാഹുവേ, ഞാൻ റെക്കമെൻഡിന് വേണ്ടി നബി തങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ആ റെക്കമെൻഡ് നീ സ്വീകരിക്കണേ. അള്ളഹാനോട് പ്രാർത്ഥന. ആദ്യം അള്ളഹാനോട് പ്രാർത്ഥന, അവസാനം അള്ളഹാനോട് പ്രാർത്ഥന, അതിന്റെ മധ്യത്തിൽ റസൂലുള്ളാഹിനെ കൊണ്ടുള്ള തവസ്സുല്, അതിന്റെ അപ്പുറത്ത് റസൂലുള്ളാഹിനെ വിളിച്ചുള്ള തേട്ടം. ഇതെല്ലാം കൂടി ഉള്ളത് ആരാ പഠിപ്പിച്ചു കൊടുക്കുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ആശയം പഠിപ്പിച്ചു തന്ന മുഹമ്മദുർ റസൂലുള്ളാഹി. അദ്ദേഹം ആ പറഞ്ഞതുപോലെ നിർവഹിക്കുന്നു. അദ്ദേഹം സഹാബിയാണ്. സഹാബികൾക്ക് നബി തങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അതിൽ സംശയമില്ല. തവസ്സുൽ ചെയ്യാൻ പറഞ്ഞത് അള്ളാഹിന്റെ റസൂലാണ്, ഇസ്തിഗാസ ചെയ്യാൻ പറഞ്ഞത് അള്ളാഹിന്റെ റസൂലാണ്, അള്ളാഹിനോട് ദ്വാരക്കാൻ പറഞ്ഞത് അള്ളാഹിന്റെ റസൂലാണ്, കണ്ണിന് കാഴ്ച കിട്ടാൻ നിസ്കരിക്കാൻ പറഞ്ഞത് അള്ളാഹിന്റെ റസൂലാണ്, വധുവെടുക്കാൻ പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ള പറഞ്ഞാൽ പിന്നെ അതിനെതിരെ ചിന്തിക്കുക എന്നത് ഈമാനുള്ളവന് പറ്റൂല. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുൽ ഖൈറതു മിൻ അംരിഹിം. പിന്നെ അവിടെ ചോയ്സ് ഇല്ല.
അള്ളാന്റെ റസൂലല്ലേ പറഞ്ഞത്, അദ്ദേഹം അങ്ങനെ നിർവഹിക്കുന്നു. അതാ അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കുന്നു. വഖദ് അബ്സറ, അദ്ദേഹത്തിന്റെ കണ്ണിന് കാഴ്ച കിട്ടിപ്പോയി. 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു അവിടുത്തെ മുസ്നദിൽ 3 സ്ഥലത്ത് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എത്ര ഹദീസ് പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്തു. എല്ലാവരും പറയുന്നു വൽ ഹദീസു സഹീഹുൻ, ഹദീസ് സഹീഹാണ്. എന്നാൽ ഇമാം തബറാനി അത് റിപ്പോർട്ട് ചെയ്തതിന്റെ പുറമെ അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഇതേ പ്രാർത്ഥനയും ഇതേ തവസ്സുലും ഇസ്തിഗാസയും നടത്തി ഒരാളുടെ കാര്യം ഹാസിലായ സംഭവം വിവരിച്ചുകൊണ്ട് വഫാത്തിന് ശേഷവും സഹാബത്ത് അത് നടപ്പാക്കി എന്ന് രേഖപ്പെടുത്തുന്നു. അപ്പോൾ തവസ്സുൽ ചെയ്താലും ഇസ്തിഗാസ ചെയ്താലും റെക്കമെൻഡ് തേടിയാലും അതുകൊണ്ടൊന്നും ഒരാളും ഇസ്ലാമെന്ന് പുറത്തൂല എന്നല്ല, റസൂലുള്ളാഹിനെ അനുസരിച്ച ആളാവും, റസൂലുള്ള പറഞ്ഞ പോലെ ജീവിച്ച മുഅ്മിനാവും മുത്തഖിയാകും എന്നല്ലാതെ അതൊന്നും ഒരു കുഴപ്പമുള്ള സംഗതിയല്ല. അങ്ങനെ ഒന്നും ആരും തെറ്റിദ്ധരിക്കണ്ട. പിന്നെ നമ്മളെ വിശ്വാസത്തിൽ ശിർക്ക് വരുന്നത് ഒരു മുജാഹിദും പേടിക്കണ്ട. മനസ്സിലായില്ലേ? ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് കഴിഞ്ഞപ്പോൾ കുറെ പുത്തൻവാദികൾ രംഗത്ത് വന്നിരുന്നു. അതിൽപ്പെട്ട ഒരു ടീമാണ് റാഫിളത്ത്. റാഫിളത്ത് എന്ന് പറഞ്ഞാൽ സിദ്ദീഖുൽ അക്ബർ പിഴച്ചുപോയി, ഉമർ റളിയല്ലാഹു അൻഹു പിഴച്ചുപോയി എന്ന് വാദിച്ച കക്ഷികളാണ്. ആ റാഫിളത്തിന്റെ വാദമാണ് അമ്പിയാക്കൾ തെറ്റ് ചെയ്യുമെന്ന വാദം. ആ വാദം ഇപ്പോൾ ഇവിടെ പ്രചരിപ്പിക്കുന്നത് മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിയുമാണ്. റാഫിളത്തിന്റെ വാദം മുജാഹിദിന്റെ അൽമനാർ, അതെ 2010 ജൂലൈയിലെ അൽമനാർ, ഇതിൽ നിങ്ങൾക്ക് കാണാം മൂസാ നബി തെറ്റ് ചെയ്തിരുന്നു, ആദം നബി അള്ളാഹുവിനെ അനുസരിച്ചില്ല. ഇതിൽ നിങ്ങൾക്ക് കാണാം നൂഹ് നബി കുറ്റം ചെയ്തിരുന്നു. ഇതിൽ നിങ്ങൾക്ക് കാണാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി എഴുതിയത് ഇങ്ങനെയാണ്: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അള്ളാഹു നബിയെ ആക്ഷേപിക്കുകയുണ്ടായി. അപ്പൊ അല്ലാഹുവിന്റെ റസൂലിന് പിഴച്ചു എന്ന വിശ്വാസമാണ് മുജാഹിദിന്റെ വിശ്വാസം. ആ വിശ്വാസമുള്ള കാലത്തോളം അവർക്ക് ജനങ്ങളെ സന്മാർഗത്തിൽ നയിക്കാൻ കഴിയില്ല, അവർ സന്മാർഗത്തിലേക്ക് നയിക്കൂല. ജമാഅത്ത് ഇസ്ലാമിയുടെ ചോദ്യോത്തരങ്ങൾ എന്ന പുസ്തകം 28ാമത്തെ പേജിൽ എഴുതിയത് മൂസാ നബി മഹാകുറ്റം പ്രവർത്തിച്ചിരുന്നു. അദ്ദേഹം ഒരു മനുഷ്യനെ വധിക്കുകയുണ്ടായി. കേട്ടാ തോന്നും മൂസാ നബി ഒരു വീരപ്പനാന്ന് തോന്നും. ഇങ്ങനെ അമ്പിയാക്കളെ തെറ്റ് ചെയ്യുന്നവരായി ചിത്രീകരിച്ചത് ഇമാം അബുൽ ഹസൻ അൽ അശ്അരി റഹ്മത്തുള്ളാഹി അലൈഹി മഖാലാത്തുൽ ഇസ്ലാമീൻ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞില്ലേ, അമ്പിയാക്കൾ തെറ്റ് ചെയ്യുമെന്ന്. അതാ റാഫിളത്ത് വാദിച്ചു. ആ റാഫിളത്തിന് വേറെയും ചില വാദങ്ങളുണ്ട്. റാഫിളത്തിൽപ്പെട്ട ഒരു കൂട്ടർ വാദിച്ചു അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെ ലോകത്തിന്റെ മുഴുവൻ നിയന്ത്രണങ്ങളും അലി ഇബ്നു അബീ താലിബിനെ പടച്ചവൻ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. ഫഹുവൽ ഖാലിഖുസ് സാനി, ആ അലി ഇബ്നു അബീ താലിബാണ് രണ്ടാം പടച്ചവൻ എന്ന് വാദിച്ചു. അത് റാഫിളത്താണ്. ആ റാഫിളത്തിന്റെ വാദമാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, ആരാ നിങ്ങളെ പടച്ചോന്, മടവൂര് ഞങ്ങളെ പടച്ചോനാ എന്ന് പറഞ്ഞത്? അത് ഈ റാഫിളത്തിന്റെ വാദമാണ്. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെ പടച്ചവനാക്കിയ വാദം അത് റാഫിളത്തിന്റെ വാദമാണ്. ഇതേപോലെ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിയുടെ പുസ്തകങ്ങളിൽ അല്ലാഹുവിന് കയ്യും കാലുമുണ്ടെന്ന് പറയുന്നു. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇൽജാമുൽ അവാമിൽ പറഞ്ഞു, അല്ലാഹു തആല മുറക്കബും മിൻ അളായിൻ ജിസ്മും മുറക്കബും മിൻ അളായിൻ, അവയവങ്ങൾ കൂടിച്ചേർന്ന ഒരു ജഡമാണ് എന്ന് വിശ്വസിച്ചാൽ അവസാനം മഹാനവറുബ്നു ഫഹുവ കാഫിറുൻ ബി ഇജ്മാഇൽ അഇമ്മത്തിസ് സലഫി വൽ ഖലഫി എന്ന് പറഞ്ഞു. അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്. അല്ലാഹു തആല ജഡമാണെന്ന് വിശ്വസിച്ചാൽ, കുറെ ശരീരം അവയവങ്ങൾ കൂടിയ ജഡമാണെന്ന് വിശ്വസിച്ചാൽ, അതല്ലേ ചുങ്കത്തറയുള്ള ഒരു ചുങ്കത്തറക്കടുത്തുള്ള ഒരു മൗലവി സുബ്ഹാനല്ലാഹ് എഴുതി വെച്ചത്, അല്ലാഹുവിന് ജഡവും അവയവങ്ങളും ഉണ്ടെന്ന് ഖുർആനിലുണ്ട് എന്ന് പച്ചക്കള്ളം. ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന വാദം. ഓ സഹോദരന്മാരെ, മുസ്ലിമീങ്ങളെ ഈമാൻ പോക്കരുത്. ആ വാദവും റാഫിളത്തിന്റെ വാദമാണെന്ന് ഇമാം അബുൽ ഹസൻ അൽ അശ്അരി തങ്ങൾ അവിടുത്തെ മഖാലാത്തുൽ ഇസ്ലാമിയീൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു. അതുകൊണ്ട് നമ്മൾ റാഫിളുകളാകരുത്, റാഫിളത്തിന്റെ വാദം ഉന്നയിക്കുക. അതുപോലെ ഖവാരിജിന്റെ വാദം ഉന്നയിച്ച് മുഖ്യധാരാ മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കരുത്. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു സുബ്ഹി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് കയറി വരുമ്പോൾ തലക്ക് വാളുകൊണ്ട് വെട്ടിക്കൊന്നുകളഞ്ഞവരാണ് ഖവാരിജ്. എന്താണ് അവരുടെ വാദം? മുഖ്യധാരാ മുസ്ലിമീങ്ങൾ സഹാബത്ത് ശിർക്ക് ചെയ്തു എന്നാണ്. ആ വാദമല്ലേ ഇപ്പോഴും മുസ്ലിം പണ്ഡിതന്മാർ ശിർക്ക് ചെയ്തവരാണെന്ന് വാദിക്കുന്ന ഈ പുത്തൻവാദികളുടെ വാദം. അല്ലാഹു ഇവരെ ശർറിൽ നിന്ന് ഉമ്മത്തിനെ നീ കാക്കണേ അല്ലാഹ്.
പരിശുദ്ധ ഖുർആനും നിന്റെ ഹബീബായ നബി തങ്ങളുടെ തിരുസുന്നത്തും അനുസരിച്ച് മുൻഗാമികളായ സഹാബികളും അയിമ്മത്തും ഇമാമിങ്ങളും പഠിപ്പിച്ചതനുസരിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ വഴിയിൽ തന്നെ ഉറപ്പിച്ചു നിർത്തി അല്ലാഹുവേ ഞങ്ങളെയും ഞങ്ങളുടെ സന്താന പരമ്പരകളെയും ശിഷ്യ പരമ്പരകളെയും നീ സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളാക്കണം റഹ്മാനേ. അല്ലാഹുവേ പിഴച്ചുപോയ വ്യാജ തരീഖത്തുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പുത്തൻ വാദങ്ങളിലോ ഞങ്ങൾ ആരെയും ഞങ്ങളുടെ സന്താന പരമ്പരകളെയും നീ പെടുത്തരുത് റഹ്മാനെ. ഈ പരിപാടി സംഘടിപ്പിച്ചവർ, പ്രവർത്തിച്ചവർ, സഹായിച്ചവർ അല്ലാഹുവേ മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകർ, SOS-ന്റെ പ്രവർത്തകർ, SSF-ന്റെ പ്രവർത്തകർ, പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന പ്രവർത്തകർ, വിദേശത്തും നാട്ടിലുമുള്ളവർ എല്ലാവർക്കും എല്ലാ ഖൈറും നീ വർദ്ധിപ്പിക്കണം റഹ്മാനെ. നമ്മുടെ പ്രിയപ്പെട്ട ബാപ്പുട്ടി ദാരിമി ഉസ്താദിന്റെ ഉമ്മയുടെ ആണ്ടിന്റെ ദിനമാണ്. അല്ലാഹു അവരെ ഖബറിൽ നീ സന്തോഷം നൽകണേ റഹ്മാനെ. ക്യാൻസർ പിടിവിട്ട മോളുടെ രോഗം സുഖപ്പെടാൻ ദുആ ചെയ്യാൻ പറഞ്ഞ് പരിപാടിയിലേക്ക് 1000 രൂപ സംഭാവന വന്നു. അല്ലാഹുവേ അവരുടെ രോഗം നീ സുഖപ്പെടുത്തണം റഹ്മാനെ. മകൾ പ്രസവത്തിനു വേണ്ടി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞു. അല്ലാഹുവേ നീ അവർക്ക് സലാമത്ത് നൽകണം റഹ്മാനെ. അതുപോലെ ആര് എന്ത് വിഷയത്തിനു വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ടോ, ആര് എന്ത് നേർച്ചകൾ നിന്റെ ദീനിന്റെ സ്ഥാപനങ്ങളിലേക്ക് നൽകിയവരുണ്ടോ, അവരുടെ എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിക്കണം റഹ്മാനെ. ഹജ്ജും ഉംറയും സിയാറത്തും ഉദ്ദേശിച്ചവർക്കൊക്കെ സന്തോഷകരമായി പോയി അതെല്ലാം നീ ഖബൂൽ ചെയ്യുന്ന നിലക്ക് ചെയ്ത് തിരിച്ചു വരാൻ എളുപ്പം ചെയ്യണം റഹ്മാനെ. പലരും ഹജ്ജിന് ഉദ്ദേശിച്ചിട്ട് പോകാൻ കഴിയുമോ എന്ന ആശങ്കയിലുണ്ട്. നീ അതിന് ഫത്ഹ് ചെയ്യണം റഹ്മാനെ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി ആഖിബത്ത് നന്നാക്കി ഞങ്ങളെ നീ മരിപ്പിക്കണം റഹ്മാനെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. എല്ലാവരെയും സിറാജുലുദ കാണാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. സിറാജുലുദയുടെ റിസീവർമാർ നിങ്ങളുടെ വീട്ടിലൊക്കെ വരും. 90 ലക്ഷം റുപ്യാണ് ഒരു മാസത്തെ ചെലവിന്. നിങ്ങളൊക്കെ നല്ല സഹായം കൊടുത്തയക്കണം എന്ന് വസിയത്ത് ചെയ്യാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.